Hi dear students, welcome to the new chapter Introduction to Three-Dimensional Geometry. Three-Dimensional Geometry അതിന്റെ ഇൻട്രോഡക്ഷൻ നമ്മൾ പറയാൻ പോകും. നമുക്ക് 2 dimension അറിയില്ലേ, x ആക്സിസും y ആക്സിസും ഒക്കെ വരച്ചിട്ട് ഇതാ x ആക്സിസ് ഇങ്ങനെ വെർട്ടിക്കൽ ആയ പോലെ നമ്മൾ y ആക്സിസ് എന്ന് പറയില്ലേ, ഇത് xo x ഡാഷ് അല്ലെ, അല്ലെങ്കിൽ x ഡാഷ് y, ഇത് yo y ഡാഷ്, ഇത് ഒറിജിൻ ആയിരുന്നു അല്ലെ. എക്സ് ആക്സും y ആക്സും രണ്ട് ആക്സുകൾ ചേർന്നുള്ളത്, അതാണ് എന്ത് 2 dimension. ഒരു പ്ലെയിനിൽ ഓക്കെ, പ്രതലത്തിൽ നമുക്കിങ്ങനെ തൊടാൻ പറ്റുന്ന അതാണ് പ്ലെയിൻ. ഇതിന്റെ ഒറിജിൻ എന്ന് പറയും എക്സ് ആക്സിൽ വലതു ഭാഗം പോസിറ്റീവ് ആയിരിക്കും 1 2 3 4 അല്ലെ, ഇടത് ഭാഗം നെഗറ്റീവ് -1 -2 -3. y ആക്സിന്റെ മുകൾ ഭാഗം പോസിറ്റീവ് ആയിരിക്കും, താഴത്തേക്ക് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇത് എക്സ് ആക്സും y ആക്സും രണ്ട് ആക്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ ഒരു പ്ലെയിനിലെ പോയിന്റുകൾ പറയാം. ഈ പോയിന്റിലെ ഇവിടുത്തെ പോയിന്റ് കോർഡിനേറ്റ് പറയണമെങ്കിൽ ഇവിടെ നിന്നും എക്സ് ആക്സിലേക്കും y ആക്സിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരട്ടെ. എക്സ് ആക്സിലേക്ക് അത് 3ലേക്കാണ് വരുന്നത്, y അത് 4ലേക്കാണെങ്കിൽ 3,4 ആയിരിക്കും ഈ പോയിന്റ് കോർഡിനേറ്റ്. ഈ പോയിന്റ് കോർഡിനേറ്റ് ആണെങ്കിൽ ഇവിടെ നിന്നും എക്സ് ആക്സിലേക്കും y ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരക്കാം. അത് എവിടേക്ക് ആക്സിലേക്ക് ചെയ്യുന്നത് 1ലേക്ക്, ഇതോ -2ലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് 1, -2 ആണ്. ഈ പോയിന്റ് പറയണമെങ്കിൽ ഇവിടെ നേരെ എക്സിലേക്ക് എത്ര നോക്കുക, -2.3. അങ്ങനെ -2.3, വൈയിലേക്കോ ഒരു 4.2. അങ്ങനെയാണെങ്കിൽ -2.3, 4.2. ഇതായിരിക്കും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അല്ലെ. എക്സ് ആക്സിലെ പോയിന്റുകളുടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് 1 0 ആണ്, ഇത് 2 0 3 0 അങ്ങനെ പോകും. -1 0 -2 0 -3 0. എക്സ് ആക്സിലെ പോയിന്റുകളുടെ ഒക്കെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതിലെ പോയിന്റുകളൊക്കെ x, 0 എന്ന ഷേപ്പിലായിരിക്കും. ഒരു നോൺ 0, then 0 എന്ന ഷേപ്പിലായിരിക്കും എക്സ് ആക്സിലെ പോയിന്റ്. y ആക്സിലെ പോയിന്റ് ആണെങ്കിലോ 0, നോൺ 0 നമ്പർ. ഇത് 0 1, ഇത് 0 2 0 3. ആദ്യം 0 വരും, ഇത് 0 -2 0 -3 0 -2. y ആക്സിലെ പോയിന്റ് ആണെങ്കിൽ അതിന്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 0, ഒരു നോൺ 0 നമ്പർ. എക്സ് ആക്സിലാണെങ്കിലോ y കോർഡിനേറ്റ് 0 വരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോൺ 0 വരും, പിന്നത്തെ 0 വരും. എക്സ് ആക്സും y ആക്സും ഇന്റർസെക്ട് ഈ പോയിന്റ് വരെ ഒറിജിൻ ആണ്, അതിന്റെ കോർഡിനേറ്റ് 0, 0 ആണ് അല്ലെ. ഇതാണ് 2 dimension, ഒരു പ്ലെയിനിലെ പോയിന്റിന്റെ കോർഡിനേറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇനി പോകുന്നത് സ്പേസിലേക്കാണ്. സ്പേസിലേക്ക് 3 dimension ആണ്. 2 dimension ആകുമ്പോൾ എക്സ് ആക്സും y ആക്സും മാത്രം. 3 dimension ആകുമ്പോൾ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസുകൾ ഉണ്ട്. നമ്മൾ എക്സ് ആക്സിസ് y ആക്സിസ് അല്ലെങ്കിൽ xo x ഡാഷ് അതായത് yo y ഡാഷ്. ഓക്കെ, in 3-dimensional geometry there are 3 mutually perpendicular axes named xo x dash, yo y dash and zo z dash. എന്ന് പറഞ്ഞാൽ x ആക്സും y ആക്സും z ആക്സും. ഇതില് ഇതാണ് x ആക്സ്, ഇങ്ങനെ വരുന്നത് y ആക്സ്, ഹൊറിസോണ്ടൽ വരുന്ന x ആക്സ്, വെർട്ടിക്കൽ വരുന്ന y ആക്സ് അല്ലെ. 3 dimension ആണ് പറയാൻ പോണത്. അതിൽ 3 ആക്സ് ഉണ്ട്, x ആക്സ് ഉണ്ട്, y ആക്സ് ഉണ്ട്, z ആക്സ് ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, 2 dimension നമ്മൾ 3 dimensionലേക്ക് വരുമ്പോ ഇത് മൊത്തത്തിൽ മാറും. മൂന്നാമത്തെ ഒരു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെയാണ്, മറ്റൊന്ന് ഇങ്ങനെയാണ്. എക്സും വൈ ഒക്കെ നമ്മൾ 3ലേക്കാണ് പോകേണ്ടത്, 3 dimension. അപ്പൊ അതിന്റെ പേര് എക്സാ വൈ നോക്കുമ്പോൾ നോക്കി പറയട്ടോ. ഒന്ന് ഇങ്ങനെയാണ്, ഒന്ന് ഇങ്ങനെയാണ്. പിന്നെ വരുന്ന പുതിയൊരു ആക്സിസ്, പ്ലെയിനിൽ അതില്ല, പ്ലെയിനിൽ രണ്ടെണ്ണേ ഉള്ളൂ. സ്പേസിൽ വരുന്ന മൂന്നാമത്തെ ആക്സിസ് ഇങ്ങനെയാണ്. ഇവിടെ കണ്ടോ നമ്മൾ ഒറിജിൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു കമ്പി എടുത്ത് ഇങ്ങനെ കുത്തി അറിയിച്ചോക്കണം. ഒരു കമ്പി ഇങ്ങനെ നിൽക്കുന്നത്, സ്റ്റെയറിംഗ് ക്യൂ നിങ്ങളിലേക്ക് ഇങ്ങനെ തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഇങ്ങനെ ആക്സിസ്. ഓക്കെ, അപ്പൊ ഒന്ന് ഇത്, രണ്ട് ഇത് നമ്മൾ പുതിയതായിട്ട് പറയുന്ന മൂന്നാമത്. ഇത് ഇങ്ങനെ ഇങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ അപ്പുറത്ത് പോകണം. അപ്പൊ 1 2 3. ഇതിൽ ഒന്ന് എക്സ് ആക്സ് ആണ്, ഒന്ന് y ആക്സും, മറ്റത് z ആക്സും ആണ്. ഏതാണ് എക്സ് ഏതാണ് y പറയാം. ഇതല്ല 3 dimension, ഇതല്ല എക്സ് ആക്സും y ആക്സും. z ആക്സ് ഏതാണ്, എക്സ് ഏതാ, y ഏതാ നോക്കി. എക്സ് ആക്സും y ആക്സും z ആക്സും കൂട്ടിക്കൊണ്ട പോയിന്റ് ഇവിടെ തന്നെ വരും. നമുക്ക് പുതിയൊരു ആക്സിസ് ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോണേ അല്ലെ. നമ്മുടെ നേരെ വരുന്ന
ഇതാണ് എക്സ് ആക്സിസ് ഇൻ 3-dimensional ജോമെട്രി. ഇങ്ങനെ വരുന്നതാണ് എക്സ് ആക്സിസ്. ഇതുപോലെ അങ്ങനെ ഉള്ളിലൊക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് എത്ര വൈ ആക്സിസ്. 2-dimensional ഇത് എക്സ് ആക്സിസ് ആയിരുന്നു, എന്നാൽ 3-dimensional ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സോ അത് ഈ പുതിയ നമ്മൾ പഠിക്കുന്നത്. ഇതാണ് സെഡ് ആക്സിസ്. എക്സ് ആക്സും വൈ ആക്സും 2-dimensional, ഇതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. അതവിടെ കഴിഞ്ഞു. ഇനി 3-dimensional ശരിക്കും ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് നേരെ വരുന്ന ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സും ഇത് സെഡ് ആക്സിസുമാണ്. ഇത് വൈ ആണ്, അതുകൊണ്ട് ഇതിന്റെ വൈ പോസിറ്റീവ് അങ്ങോട്ടും വൈയുടെ നെഗറ്റീവ് ഇങ്ങോട്ടും. ഇത് സെഡ് ആണ്, അതുകൊണ്ട് സെഡിന്റെ പോസിറ്റീവ് മുകൾക്ക് നെഗറ്റീവ് താഴേക്ക്. എക്സ് ആക്സിസ് ഇതാണ്, ഇങ്ങോട്ടും അങ്ങോട്ട് ബാക്കോട്ടും. ഇങ്ങോട്ട് വരുന്നത് പോസിറ്റീവ്, എക്സ് ആക്സിന്റെ പോസിറ്റീവ്. അങ്ങനെ ഉള്ളിലേക്ക് ബാക്കിലേക്ക് പോകുന്നത് എക്സ് ആക്സിന്റെ നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഇങ്ങോട്ട്, നെഗറ്റീവ് ബാക്കിൽ. വൈന്റെ പോസിറ്റീവ് അങ്ങോട്ട്, നെഗറ്റീവ് ഇങ്ങോട്ട്. സെഡിന്റെ പോസിറ്റീവ് മുകളിലേക്ക്, നെഗറ്റീവ് താഴോട്ട്. ഓക്കെ, അപ്പൊ വൈ ആക്സിന്റെ പോസിറ്റീവ് മാത്രമേ കൊടുത്തിട്ടുണ്ടോ, ഇങ്ങോട്ട് നെഗറ്റീവ് ഉണ്ട്. ഇതാണ് വൈ ആക്സിസ്. മുകളിലേക്കും താഴേക്കും സെഡ് ആക്സിസ്. ഇങ്ങനെ നേരെ വരുന്നത് 3-dimensional ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് 3-dimensional കാണാൻ വേണ്ടി നമ്മൾ ഈ ഷേപ്പിൽ വരച്ചു കേട്ടോ. ഓക്കെ, ഇത് 2-dimensional ആണ്. അതിൽ 3-dimensional വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചരിച്ചു വെക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ വരക്കൽ നടക്കൂലല്ലോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്താ കാണൂല. സൈഡ് വ്യൂ നമുക്ക് ഇവിടെ കറക്റ്റ് ഒരു പുള്ളി മാത്രമേ തോന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചു. ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സും, ഇത് സെഡ് ആക്സും. ഓക്കെ, ദ പ്ലെയിൻ കണ്ടെയ്നിങ് എക്സ് വൈ ആക്സിസ് called XY plane. The plane containing XZ axis called XZ plane, and the plane containing YZ axis are called YZ plane. ഒരു XY പ്ലെയിനും ഒരു XZ പ്ലെയിനും ഒരു YZ പ്ലെയിനും, 3 പ്ലെയിനുകൾ ചേർത്ത് വെച്ചിട്ടാണ് 3-dimensional ഉണ്ടാകുന്നത്. എക്സും വൈയും ആക്സിസുകൾ ചേർന്ന് ആ പ്ലെയിന്, എക്സും വൈ വരുന്ന പ്ലെയിൻ എക്സ് വൈ പ്ലെയിന്, എക്സും സെഡും വരുന്ന പ്ലെയിന് എക്സ് സെഡ് പ്ലെയിന്, വൈയും സെഡും വരുന്ന പ്ലെയിന് വൈ സെഡ് പ്ലെയിൻ എന്ന് പറയും. The coordinates of any point on the x-axis are in the form x, 0. നമ്മൾ 2-dimensional എക്സിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ? 2-dimensional ആണെങ്കിൽ 7 0 -3 0 അല്ലെ. എക്സ് ആക്സിലാണെങ്കിൽ എക്സിന്റെ ആളുണ്ടാവും non-zero, പിന്നെ അപ്പുറത്തെ ആള് 0. 3-dimensional എക്സിന്റെ കോർഡിനേറ്റ്, എക്സ് ആക്സിൽ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടാവും ഒരു non-zero ആയിട്ട്, പിന്നെ ബാക്കി രണ്ടും 0 ആയിരിക്കും. The coordinate of any point in the y-axis is in the form 0, a non-zero number then 0. 0 y 0 ഈ ഫോമിലായിരിക്കും ഉണ്ടാകുക y-ആക്സിസിലെ പോയിന്റ് ഉണ്ടാകുക. സ്പേസിലെ കാര്യമാണ് പറയണ്ടോ. പ്ലെയിനിൽ ഇങ്ങനെ വരിക അല്ലെ, രണ്ടാളുകൾ. എക്സ് ആക്സിലെ പോയിന്റ് കോർഡിനേറ്റ് എക്സ്, ഒരു 0 പിന്നെ ഒരു 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആള് മാത്രം non-zero ഉണ്ടാവും. വൈൻ്റെ ആണെങ്കിൽ ഇവിടെ non-zero, അപ്പുറം 0. The coordinates of any point in the z-axis in the form ഇവിടെ 0, ഇവിടെ non-zero ഉണ്ടാവും. 3 ആളുകൾ ഉണ്ടാവും. സാധാരണ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ടാണ് പറയാം അല്ലെ. എക്സ് വൈ മാത്രം ഓർഡേഡ് പെയർ. ഇത് ഓർഡേഡ് ട്രിപ്ലറ്റ് എന്നാവും. ഒരു ബ്രാക്കറ്റിൽ 3 സംഖ്യകൾ കോമൺ, ഇതിനെ ട്രിപ്ലറ്റ് എന്ന് പറയും. എക്സും വൈയും സെഡും അടക്കം. ഓക്കെ, the coordinates of any point on the xy plane. xy പ്ലെയിനിലെ പോയിന്റുകളുടെ കോർഡിനേറ്റ് ഏത് ഷേപ്പിലാണോ? എക്സ് വൈ പ്ലെയിൻ, എക്സും വൈ വരുന്ന പ്ലെയിൻ അല്ലേ. അപ്പൊ എക്സിന്റെ അവിടെയും വൈന്റെ അവിടെയും ഒരു non-zero നമ്പറുകൾ ഉണ്ടാവും, പിന്നെ 0 വരും. The coordinates of any point on the xz plane. xz plane ആണെങ്കിൽ എക്സിന്റെ ആളും സെഡിന്റെ ആളും non-zero ആയിട്ട് നിൽക്കും, ഇവിടെ 0 ആയിരിക്കും. yz പ്ലെയിൻ ആണെങ്കിലോ, അപ്പൊ വൈന്റെ ആളും സെഡിന്റെ ആളും non-zero, ഇവിടെ 0. ഇവിടെ ഇത് രണ്ടും 0, ഇത് മാത്രം non-zero. ഇപ്പൊ 7 0 0 20 0 0 അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. ഇവിടെ 20, 0 4, 0 2-dimensional. ഇവിടെ ഒരു non-zeroക്ക് ശേഷം 2 0, അതാണ് എക്സ് ആക്സിലെ പോയിന്റ്. വൈ ആക്സിലെ പോയിന്റ് ആണെങ്കിൽ വൈന്റെ ഭാഗം non-zero ആയിരിക്കും അല്ലെ, ബാക്കി രണ്ടും 0 ആയിരിക്കും. ഇവിടെയാണെങ്കിൽ വൈഡ് ആണെങ്കിൽ വൈന്റെ ആള് non-zero വരും, ഇവിടെ 7, ഇവിടെ 0 വരും. അല്ലെങ്കിൽ അവിടെ 3, ഇവിടെ 0 വരും.
ഇവിടെ വൈൻഡ് ആണെങ്കിൽ വൈൻഡ് ആണ് നോൺ സീറോ, അപ്പുറത്ത് ബാക്കി രണ്ടെണ്ണുണ്ട്. സെഡ് ആക്സിലെ പോയിന്റ് ആണെങ്കിലോ അവിടെ നോൺ സീറോ വരും, ബാക്കി രണ്ടും സീറോ വരും. മൂന്നും സീറോ വരാണെങ്കിൽ രണ്ടും സീറോ വരുന്നെന്താ 0 അത് ഒറിജിൻ ആണ്, എക്സ് വൈ വരുന്ന 2 ഡയമെൻഷൻ അല്ലേ. എന്നാൽ 0 0 0 എന്ന് പറഞ്ഞാൽ നമ്മളെ 3 ഡയമെൻഷനിലെ ഒറിജിന്റെ കോർഡിനേറ്റ് ആണ്. പ്ലെയിനിലാണെങ്കിൽ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എക്സിന്റെ വൈന്റെ അവിടെ നമ്പറുകൾ നോൺ സീറോ ഉണ്ടാവും. 3 2 0 4 -2 0 ഇതാണ് എക്സ് വൈ പ്ലെയിൻ. എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സിന്റെ സെൽഫും സെഡിന്റെ സെൽഫും നോൺ സീറോകൾ ഉണ്ടാവും. ഇവിടെ 0 20 0 7 4 0 -2. വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ വൈന്റെ സെഡിന്റെ അവിടെ നോൺ സീറോ, ഇവിടെ 0 1 2 0 7 3 0 -2 5. ഓക്കെ ഓക്കെ, ഇത് നോക്കാം. 3 ഡയമെൻഷണൽ ജിയോമെട്രി നമുക്ക് കറക്റ്റ് പക്ക ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ആക്കിയത്. നോക്കാം. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സ് ഉണ്ടാവും, വൈ ആക്സ് ഉണ്ടാവും, സെഡ് ആക്സ് ഉണ്ടാവും അല്ലെ. എക്സ് ആക്സ് നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് നേരെ ഇതാണ് എക്സ് ആക്സിന്റെ പോസിറ്റീവ്, അതേമാതിരി ഇവിടെ എക്സിന്റെ നെഗറ്റീവ് ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് നേരെ വരുന്നത്, ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇത് വൈ ആക്സിന് പോസിറ്റീവ്, വൈ ആക്സിന് നെഗറ്റീവ്. സെഡ് ആക്സിന്റെ പോസിറ്റീവ്, സെഡ് ആക്സിന്റെ നെഗറ്റീവ് താഴെ. ഓക്കെ, നേരെ വരുന്നത് എക്സ് ആക്സിസ്, എക്സ് ഒ എക്സ് ഡാഷ്. ഇത് വൈ ഒ വൈ ഡാഷ്, വൈ ആക്സ് ആണ്. സെഡ് ഒ സെഡ് ആക്സ്. ഓക്കെ, ഇതാണ് സെഡ് ആക്സിസ് 3. ഓക്കെ, എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും മീറ്റ് ഈ പോയിന്റ് കൂട്ടിക്കൊണ്ട ഈ പോയിന്റ്, ഇതിന്റെ പേരാണ് ഒറിജിൻ. ഇതിന്റെ കോർഡിനേറ്റ്സ് 0 0 0 ആയിരിക്കും. ഓക്കെ, 3 പ്ലെയിനുകൾ വെച്ചിട്ടാണ് ഈ ഒരു 3 ഡയമെൻഷൻ സ്പേസ് ഉണ്ടാക്കി. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് വൈ പ്ലെയിൻ, പിന്നെ എക്സ് സെഡ് പ്ലെയിൻ, മറ്റൊന്ന് വൈ സെഡ് പ്ലെയിൻ. അതായത് 3 പ്ലെയിൻ, 3 ഷീറ്റുകൾ. ഓക്കെ, പേപ്പറുകൾ. ഒരു പേപ്പർ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ നമ്മളെ ക്ലാസ് റൂം ആലോചിക്കാം. ക്ലാസ് റൂമിൽ നമുക്കറിയാം അല്ലെ, ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ഇരിക്കുന്ന സ്ഥലങ്ങൾ. നിങ്ങൾ ഇരിക്കുന്നു ക്ലാസ്സിൽ, നിങ്ങൾ ഇരിക്കുന്നതിന്റെ മുകളിലൂടെ, അതായത് നിങ്ങൾക്കും മുകളിലെ ഫാനിനും ഇടയിൽ ഇങ്ങനെ ഒരു ഷീറ്റ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിനെ രണ്ടായിട്ട്, അപ്സ്റ്റെയറും ഡൗൺസ്റ്റെയർ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാർട്ട് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഒരു കട്ടിയുള്ള കടലാസ് അല്ലെങ്കിൽ ചട്ട കടലാസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളെ ക്ലാസ്സിനെ അപ്പും ഡൗൺ ആയിട്ട് രണ്ടായിട്ട് മുറിച്ചു കയറി. ഓക്കെ, അപ്പൊ വെക്കണ ഷീറ്റ് എങ്ങനെ ഇരാ? ആ ഷീറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ലെ, ഇങ്ങനെയും ഇങ്ങനെയും ആയിരിക്കും ലെങ്ത് ബ്രെഡ്ത്ത്. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ലെങ്ത് ബ്രെഡ്ത്ത്. അതും എക്സും ഏതൊക്കെ ഇങ്ങനെ വരുന്നതും ഇങ്ങനെ വരുന്ന ഏതാ? ഇങ്ങനെ വരുന്ന ഷീറ്റ്. ഒരു ഷീറ്റ് ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഷീറ്റ് ഇങ്ങനെ വെച്ചേക്കാം. നമ്മളെ ക്ലാസ് റൂമിനെ ഇങ്ങനെ ഷീറ്റ് വെച്ച് അടച്ചേക്കാണ്. ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു ഭാഗത്ത്, മുകളിലുള്ള ഫാന് അത് വേറെ ഭാഗത്ത്. അതായത് അപ്പോ ക്ലാസ് റൂമിൽ ഫാൻ ഇട്ടാൽ ആ കാറ്റ് നമുക്ക് കിട്ടൂല, ആ ഒരു ഇതില്. ഓക്കെ, ഇമാജിൻ ചെയ്തോ അല്ലെ. താഴെ നമ്മൾ ഇരിക്കുന്നു, മുകളിൽ ഫാനും കാര്യങ്ങളും. അപ്പൊ 2 സെറ്റ് ആയിട്ട്. അപ്പൊ അതിന് വെച്ച ഷീറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ വെച്ചിട്ടില്ല. ഷീറ്റ് ഇങ്ങനെ അങ്ങനെ ചുമരിലൂടെ അങ്ങനെ വെച്ചിട്ടാ. അപ്പൊ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഏതാ? ലെങ്ത് ഇങ്ങോട്ട്, ബ്രെഡ്ത്ത് ഇങ്ങോട്ട് അല്ലെ, അല്ലെങ്കിൽ ലെങ്ത് അങ്ങോട്ട്, ബ്രെഡ്ത്ത് ഇങ്ങോട്ട്. ഇത് ഏതാ ആക്സിസ്? എക്സ് ആക്സ്. ഇങ്ങനെ വരുന്നതോ വൈ ആക്സ്. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റ് എക്സ് വൈ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് റൂം ഒറ്റ ആളായിരുന്നു, അതിനെ രണ്ടായിട്ട് മുറിച്ചു ഇങ്ങനെ വെച്ചിട്ട് എക്സ് വൈ പ്ലെയിൻ. ഇനി വേറൊരു ഷീറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ രണ്ടായിട്ടോ, മുകളും താഴെ. ഓക്കെ, ഇനി വേറൊരു ഷീറ്റ് കൊടുക്കും, നല്ല കട്ടിയുള്ള കടലാസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊടുത്തിട്ട് ക്ലാസ് റൂമിനെ കട്ട് ചെയ്യണം. എങ്ങനെയാണോ? ബോയ്സ് ഇപ്പുറത്ത്, ഗേൾസ് ഇപ്പുറത്ത് ഇറങ്ങിയത്. ഓക്കെ, അതിന്റെ ഇടയിലെ സ്പേസിലെ അവിടെ ഒരു കട്ടിയുള്ള ബോർഡ് വെച്ചിട്ട് 2 പാർട്ടീഷൻ ആക്കിയത്. നമ്മുടെ ക്ലാസ് ഇപ്പൊ നമ്മളെ ക്ലാസ് എത്രയായി? താഴെയും മേലേക്ക് രണ്ടായിട്ട് മുറിഞ്ഞു അല്ലേ. ഇനി ആ രണ്ടായിട്ട് മുറിഞ്ഞ ഒന്നുകൂടെ ഇങ്ങനെ മുറിക്കണം. ഇങ്ങനെ ബോർഡ് വെക്കണം ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ എന്തായി? ബോയ്സിന് താഴെ മുകളില്, ഗേൾസിനും താഴെ മുകളില്. അപ്പൊ എത്രയായി? 4 ആയി മാറും അല്ലെ. ശരിയല്ലേ? ആ ഷീറ്റ് എങ്ങനെ വെച്ച ഷീറ്റാ? ആ ഷീറ്റ് ഇങ്ങനെ വെച്ച. ആ ഷീറ്റിന് ലെങ്ത് അങ്ങനെ പോയിട്ട് ബ്രെഡ്ത്ത് ഇങ്ങോട്ടാ. ലെങ്ത് ബ്രെഡ്ത്ത്, ലെങ്ത് ബ്രെഡ്ത്ത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതാ? അങ്ങോട്ട് പോണത് എക്സ് ആക്സിസ്, ഇങ്ങോട്ട് സെഡ് ആക്സിസ്. അപ്പൊ എക്സ് സെഡ് പ്ലെയിൻ ആണ് ഈ മുറിക്കുന്നത്. ആദ്യം വെച്ച എങ്ങനെ? അത് എക്സ് വൈ പ്ലെയിന്, മറ്റേ എക്സ് സെഡ് പ്ലെയിൻ. ഇനി ഒരു പ്ലെയിൻ കൂടെ വരുന്നുണ്ട്, എക്സ് വൈ പ്ലെയിൻ. അതെങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മളെ ക്ലാസ് എത്രയും കുറഞ്ഞു? ശരിക്കും ഒരു ക്ലാസ് റൂം ഒറ്റ റൂമാണ് അല്ലെ. അതിനെ ഇങ്ങനെ വെച്ച് എക്സ് വൈ പ്ലെയിൻ വെച്ചപ്പോ ക്ലാസ് അപ്പും ഡൗൺ ആയിട്ട് എണ്ണയും കുറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ വെച്ചു. അപ്പൊ എന്തായി? ബോയ്സിന് അപ്പ് ആൻഡ് ഡൗൺ, ഗേൾസിന് അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ 4 ആയിട്ട് കുറഞ്ഞു അല്ലെ.
ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ബോയ്സിന്റെയും ഗേൾസിന്റെയും ഏകദേശം നടു വെച്ചിട്ട് ബോയ്സ് ഇങ്ങനെ ഉണ്ട്, ഗേൾസ് ഇങ്ങനെ ഉണ്ട്. അവർക്ക് 2 അപ്സ്റ്റേഴ്സ് ആയിട്ട് ഒരു 8 ബെഞ്ച് കരുതിക്കും. ബോയ്സിന് 8 ബെഞ്ച്, ഒരു സെറ്റ് ഇടാം, ബെഞ്ച് ഡെസ്കും ഒരു 8 ബെഞ്ച്. ബോയ്സിന് ഡൗണും അപ്പും ഉണ്ട്, ഗേൾസിനും ഡൗണും അപ്പും. അപ്പൊ നമ്മളെ ക്ലാസ് റൂം 1, 2, 4 ആയിട്ടും കുറഞ്ഞല്ലേ. ഇനി നമ്മള് ചെയ്യുന്നത് ബോയ്സിന്റെ ആ 8 ബെഞ്ചില്ലേ, 8 സെറ്റ്, അതില് 4 ഇപ്പുറത്തും 4 അപ്പുറത്തും ആകും വിധം. അതുപോലെ ഗേൾസിലെ 4 സെറ്റ് ബെഞ്ച്, ആദ്യത്തെ 4 ബെഞ്ചിലിരിക്കുന്നവര്, പിന്നത്തെ 4 ബെഞ്ചിലിരിക്കുന്നവർ, അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു. ഇങ്ങനെ ഇങ്ങനെ പാർട്ടീഷൻ പിന്നെ ക്ലാസ് റൂമിനെ ബോയ്സിനെ ഫ്രണ്ടും ബാക്കും ആയിട്ട്, ഗേൾസിന് ഫ്രണ്ടും ബാക്കും ആയിട്ട് 2 ആയിട്ട് മുറിക്കണം. അപ്പൊ ഒരു പാർട്ടീഷൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെക്കുന്ന പാർട്ടീഷൻ എന്താവും? അതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഇങ്ങനെ വരും. ഇങ്ങനെയല്ല ഷീറ്റ് വെക്കുക. അപ്പൊ അതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത്. ഏതാ? ഇതും ഇതും. ഇതേതാ? ഇത് y ആക്സ്, ഇത് z ആക്സ്. അപ്പൊ അത് YZ പ്ലെയിൻ ആണ്. XZ പ്ലെയിനും YZ പ്ലെയിനും XY പ്ലെയിൻ, ഈ 3 പ്ലെയിനുകൾ വെച്ചിട്ട് നമ്മളെ ക്ലാസ് റൂമിനെ മുറിക്കണം. ഇപ്പൊ എത്ര കഷ്ണമായിട്ടുണ്ടോ? ആദ്യം 4 അല്ലേ? എങ്ങനെ? ബോയ്സിന് അപ്പ് ഡൗൺ, ഗേൾസിന് അപ്പ് ഡൗൺ അല്ലെ? 2, 2, 4. ഇനി ബോയ്സിനെ 2 ആയിട്ട് ഇങ്ങനെ മുറിച്ചു. അപ്പൊ എന്തായി? മുമ്പിലുള്ള ആദ്യത്തെ 4 ബെഞ്ചിന് ബോയ്സ് അപ്പ് ആൻഡ് ഡൗൺ, ബാക്കത്തെ 4 ബെഞ്ച് ബോയ്സിന് അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ എത്രയായി? 2, 2, 4. അതേമാതിരി മുമ്പത്തെ 4 ബെഞ്ച് ഡെസ്കുള്ള ആ ടീമിന് അപ്പ് ആൻഡ് ഡൗൺ, ബാക്കത്തെ 4 ബെഞ്ച് ഡെസ്ക് ആ ടീമിന് അപ്പ് ആൻഡ് ഡൗൺ. 2, 4, 6, 8 എണ്ണായിട്ട് മുറിച്ചു അല്ലെ? ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചു, ഒന്ന് ഇങ്ങനെ വെച്ചു, ഒന്ന് ഇങ്ങനെ വെച്ചു. XY, XZ, YZ ഇങ്ങനെ 3 പ്ലെയിനുകൾ വെച്ചിട്ടാണ് ആ സ്പേസ് രൂപീകരിക്കുന്നത്. അപ്പൊ ബോയ്സില് മുകളിൽ താഴെ ഫ്രണ്ടത്തെ ടീമിന്, ബോയ്സിന് അതേമാതിരി ബാക്കത്തെ ടീമിന് മുകളിലും താഴെ. ബോയ്സിന് തന്നെ ഇപ്പൊ എന്തായി? 1, 2, 4. ഗേൾസിനും അതുപോലെ മുകളിൽ താഴെ, അപ്പുറത്തും മുകളിലും താഴെ. 4, 4, 4, 8 റൂമുകളാണ്. ഇമാജിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഇത് Y ആക്സ്, ഇത് X ആക്സ്, ഇത് Z ആക്സ്. ഇവര് പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ, പരസ്പരം അവര് 90 ഡിഗ്രി ഉണ്ടാവും. ഇത് എക്സും ഇത് Y ആണ്. എക്സിന്റെ പോസിറ്റീവ്, Yന്റെ നെഗറ്റീവ്, ഇവിടെ തമ്മിൽ 90 ഡിഗ്രി ഉണ്ടാവും. ഇത് എക്സിയുടെ പോസിറ്റീവ്, Yയുടെ പോസിറ്റീവ്, ഇവിടെ 90 ഉണ്ടാവും. ഇത് Yയുടെ പോസിറ്റീവ്, എക്സിന്റെ നെഗറ്റീവ്, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ അത് 90. ഏതൊക്കെ? Yയുടെ നെഗറ്റീവ്, Zന്റെ നെഗറ്റീവ്, ഇവിടെ 90. ഇവിടെ പരസ്പരം 90 ഡിഗ്രികളാണ്. ഇനി ഇത് ഓരോ ഷീറ്റുകളാണ് കരുതുക. ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ ക്ലാസ് റൂം തന്നെ ഇങ്ങനെയും ഷീറ്റ് വെച്ച് മുറിച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയും വെച്ചിട്ടുണ്ട്. അപ്പൊ 1, 2, 3, 4 മുകളിൽ റൂം, താഴെ 5, 6, 8 റൂമുകൾ. ക്ലാസ് റൂം തന്നെയാണ് അത്. ഫ്രണ്ട് ഇത് ഇവിടെ ബോയ്സ് ആണെങ്കിൽ ബോയ്സിന്റെ അപ്പ് ഡൗൺ, ബോയ്സിന്റെ ബാക്കി അപ്പ് ഡൗൺ. അപ്പൊ ഇവിടെ ബോയ്സിന് താഴെ മേലെ 2 അതിന്റെ ബാക്കി ബോയ്സിന് താഴെ മേലെ 2, 2, 4. ഇവിടെ ഗേൾസിന് മുകളും താഴെ 2 ഇവിടുത്തെ ഗേൾസിന് ബോയ്സ് മുകളും താഴെ 2, 4, 6, 8 റൂമുകളായിട്ട് ഈ സ്പേസിന് 8 ആയിട്ടാണ് മുറിക്കുക. ഇതിവിടെ അവസാനിക്കണില്ല, ഇത് ഇങ്ങനെ ഉടനീളം ഈ വേൾഡ് മൊത്തത്തിന് ആലോചിച്ചോക്കാം. നമ്മളെ വേൾഡിനെ മൊത്തം ഇങ്ങനെ ഷീറ്റ് ഇട്ട് മുറിച്ചിട്ട്, ഇങ്ങനെ ഷീറ്റ് ഇട്ട് മുറിച്ചാൽ ആ വേൾഡിനെ 8 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ്. അപ്പൊ ആ 8ൽ എവിടെയെങ്കിലും പോയിന്റ് ഉണ്ടാവും. ആ സ്പേസിലത്തെ പോയിന്റുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. X ആക്സ്, ഇത് X ആക്സ്, ഇത് Y ആക്സ്, ഇത് Z ആക്സ്. ഓക്കെ, ഇത് ഒറിജിൻ 0, 0, 0. എക്സിന്റെ പോസിറ്റീവ് ഇങ്ങോട്ട് വരും, സോറി, എക്സിന്റെ പോസിറ്റീവ് ഇങ്ങോട്ട്, എക്സിന്റെ നെഗറ്റീവ് 1, 2, -1, -2, -3. ഇത് +1, 2, 3. വൈയുടെ പോസിറ്റീവ് കണ്ടില്ലേ? 1, 2, 3, 4, 5. -1, -2, -3 അങ്ങനെ. സെഡിന്റെ പോസിറ്റീവ് 1, 2, 3, 4 അങ്ങോട്ട് -1, -2. ഇതാണ് Z ആക്സിസ്. ഇത് Y ആക്സിസ്, X ആക്സിസ്. എക്സ് നമ്മൾ നേരെ വരുന്നത്, ഇത് Y, ഇത് Z. ഇവിടെ ഷീറ്റ് ഉണ്ട്, ഇവിടെ ഷീറ്റ് ഉണ്ട്, ഇവിടെ അങ്ങനെ ഷീറ്റ് ഉണ്ട്, റൂമാണ്. ഇവിടെ താഴെ റൂമാണ്. അതുപോലെ ഇവിടെ ഷീറ്റ്, ഇവിടെ ഷീറ്റ്, ഇവിടെ ഷീറ്റ്, ഇത് റൂമാണ്. 2 റൂം മുകളിൽ, 2 റൂം ഇപ്പുറത്ത് മുകളിൽ, 4 താഴെ, 4 റൂം, 8 റൂമുകളാണ്. ഓക്കെ, ഇനി ഒരു സ്പേസിലെ ഒരു പോയിന്റിലേക്ക് എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാം? അതിനു മുമ്പ് നമുക്ക് ഈ 8 റൂമുകളെ കാര്യം, ഏത് ഒന്നാമത്തെ റൂം, ഇതിന് ഒക്ടന്റ് എന്നാണ്, ഒക്ടൻസ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഒക്ടന്റ്, ഫസ്റ്റ് റൂം കേട്ടോ.
ഇതാണ് ഫസ്റ്റ് ഓക്ടന്റ് ഇവിടെ വരുന്നത്. ഓക്കെ, എക്സിന്റെ പോസിറ്റീവും അതിൽ വൈന്റെ പോസിറ്റീവ് സെറ്റിന്റെ പോസിറ്റീവ് ഈ റൂമാണ് ഫസ്റ്റ് റൂം. ഓക്കെ, ഫസ്റ്റ് ഓക്ടന്റ്. ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. 1 2 3 4 അപ്സ്റ്റെയർ. ഓക്കെ, 4 ടീം. പിന്നെ ഒന്നിന്റെ നേരെ താഴെ വരുന്ന റൂമാണ് അഞ്ചാമത്തത്. 6 7 8. നമ്മൾ ക്വാഡ്രന്റ് വരച്ചാൽ എന്ത് ചെയ്യുന്നു? എക്സ് എക്സ് വൈ എസ് ആണെങ്കിൽ നമുക്ക് എന്താ 1 2 3 4 4 ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ രണ്ടും പ്ലസ് പ്ലസ്, പിന്നെ മൈനസ് പ്ലസ്, പിന്നെ മൈനസ് മൈനസ്, പിന്നെ പ്ലസ് മൈനസ് ആയിരുന്നു. ഇത് 8 റൂം. അതിന്റെ ചിഹ്നങ്ങളുടെ പ്രത്യേകത, ഒരു ബ്രാക്കറ്റിൽ 3 ആളുകൾ ഉണ്ടാവും അല്ലെ? നമ്മൾ പറഞ്ഞു ട്രിപ്ലറ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഒക്ടന്റെ ഈ റൂമാണ്. ഇത് 2, ഇത് 3, ഇത് 4. അതാണ് മുകളിലത്തെ 4 അല്ലെ? ഓർഡർ നോക്കണ്ട. 1 2 3. പിന്നെ 5 ഇവിടുന്ന് താഴെ 6 7 8. ഇവിടെ ഷീറ്റുകൾ ഉണ്ട്. ഇങ്ങനെ ഷീറ്റ് ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഷീറ്റ് ഉണ്ട്. ഇങ്ങനെ ആക്സിസുകൾ ഉണ്ട്. ചിലപ്പോ ആക്സിസിലെ പോയിന്റ് ആയിക്കാണ്, ചിലപ്പോ ഷീറ്റ് മൊത്തം പോയിന്റ് ആവും. ആക്സിലെ പോയിന്റ്, അതുപോലെ എക്സ് ആക്സിലെ പോയിന്റ് ആണെങ്കിൽ ഒരു നമ്പർ നോൺ സീറോ, ദെൻ 0 0. വൈ ആക്സിലാണെങ്കിൽ 0 നോൺ 0 0 അല്ലെ? ആദ്യം അവസാനം 0, നടുവിൽ നോൺ 0. സെഡ് ആണെങ്കിൽ ആദ്യവും രണ്ടാമത്തും 0, അവസാനത്തെ നോൺ 0. ഓക്കെ, അതാണ് ആക്സിസിലെ പോയിന്റ്. എക്സ് വൈ പ്ലെയിൻ, എക്സ് സെഡ് പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എക്സും വൈയും ഫസ്റ്റത്തെ രണ്ടാൾക്കാർ നോൺ 0, ദെൻ 0. എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് സെഡ് പ്ലെയിൻ ആണ് എക്സും സെഡും ആദ്യത്തെ അവസാനത്തെ നോൺ 0, നടുവത്തെ 0. 7 0 5 എന്ന് പറഞ്ഞു. എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ 3 2 0. ഓക്കെ, വൈ സെഡ് പ്ലെയിൻ ആണ് വൈയും സെഡും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തും മൂന്നാമത്തും നോൺ 0, ആദ്യത്തെ 0 0 7 -2. ഓക്കെ, അതാണ് പ്ലെയിനിലെ സോറി എക്സ് വൈ പ്ലെയിനിലെ, അതുപോലെ എക്സ് ആക്സിലെയും വൈ ആക്സിലെ സെഡ് ആക്സിൽ പ്ലെയിനിലെയും ആക്സിലെയും പോയിന്റ്. ഇനി ഈ പ്ലെയിനിൽ ഈ ഷീറ്റിലല്ല, നമ്മൾ ഈ മുറിച്ച ഇതിനെ 8 ആയിട്ട് മുറിച്ചില്ലേ, ആ ഷീറ്റുമല്ല, ഈ ഇതിമൊന്നും അല്ലാതെ ഇവിടെ വായുവിൽ ഇവിടെ സ്പേസിൽ നിൽക്കണം ഈ റൂമുകളിലാണ് എങ്കിൽ അതിന്റെ ട്രിപ്പിളറ്റില് 3 ആളില്ലേ, അതിൽ സീറോസ് ഉണ്ടാവും. ഫസ്റ്റ് മാത്രം 0 ആണെങ്കിൽ അത് വൈ സെഡ് പ്ലെയിൻ ആണ്. സെക്കൻഡ് മാത്രമാണ് 0 എങ്കിൽ അത് എക്സ് സെഡ് എന്ന പ്ലെയിൻ ആണ്. അവസാനം മാത്രം 0 ആണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണ്. ഫുള്ളി 0 ആണെങ്കിൽ അത് ഒറിജിനൽ. ആദ്യത്തെ മാത്രം നോൺ 0 ആണെങ്കിലോ, ബാക്കി രണ്ടും 0 ആണെങ്കിൽ അത് എക്സ് ആക്സിസ് ആണ്. രണ്ടാമത്തെ മാത്രം നോൺ 0 ആണെങ്കിൽ വൈ ആക്സിസ്. മൂന്നാമത്തെ മാത്രം നോൺ 0 ആണെങ്കിൽ അത് സെഡ് ആക്സിസ്. 0 തന്നെ ഇല്ല. 1 2 3 -2 5 20. ഇതിൽ എവിടെയാണ് വരുന്നത്? ഓക്കെ, ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 7 3 -4. Name the octant in which this triplet is lying. ഇത് എവിടെയാണ്? ഏത് ഒക്ടന്റ്? ഒന്നാമത്തില, 2 3 4 5 6 7 8. ഏതിലാണ് ഇത് കിടക്കുന്നത്? ഇതിന്റെ ചിഹ്നം മതി. അതിന്റെ ഒക്ടന്റ് 1 2 3 4 5 6 7 8 ഇത് പ്ലസ് പ്ലസ് മൈനസ്. അതാലോചിച്ചത് 7ന്റെ 6 7 പ്ലസ് പ്ലസ് മൈനസ്. അത് ഏതാ നമുക്ക് നോക്കാം. 7 3 -4 നമ്മൾ ചെക്ക് ചെയ്യണം. സീറോ 0 ഇവിടെ നമ്മൾ പോകണ ഇവിടുന്ന് പോവാണ്. 7 പോവാ എക്സിലൂടെ. ആദ്യത്തെ എക്സിലൂടെ സഞ്ചരിക്കാം. ആദ്യത്തെ എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കാം. പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ട്, നെഗറ്റീവ് ഇങ്ങോട്ട്. ഫസ്റ്റത്തത് ഇങ്ങോട്ട് തന്നെ സഞ്ചരിക്കാൻ പോകും. പിന്നെ വൈത് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, പിന്നെ മുകൾക്ക് അല്ലെങ്കിൽ താഴെ. എക്സ് ആക്സിസ് ഓക്കെ. 7 3 -4. അപ്പൊ എക്സിന്റെ 7, അവിടുന്ന് എക്സിന്റെ 7 പറയുമ്പോ ഇങ്ങനെ ഇവിടേക്കല്ലേ എക്സിന്റെ 7 അല്ലേ? പിന്നെ അവിടുന്ന് വൈയുടെ 3 ആണ്. വൈയുടെ 3 ഇവിടുന്ന് പോണം. വൈയുടെ 3 അങ്ങോട്ടാ. വൈയുടെ പോസിറ്റീവ് ഇങ്ങോട്ടല്ലേ? അപ്പൊ ഇവിടുന്ന് വൈയുടെ 3യിലൂടെ അങ്ങനെ വരാം. ഇവിടെ പേപ്പറില്ലേ, ആ ഇതിലൂടെ അങ്ങനെ പോന്നിട്ട് 7 വന്നിട്ട് ഇവിടുന്ന് 3 ആ പേപ്പറിലൂടെ അങ്ങനെ പോന്നു. ഓക്കെ, 7 3. ഇനി -4. അതെങ്ങട്ടാ? സെഡ് ആക്സ് മുകൾക്ക് താഴേക്ക്, മൈനസ് ആണെങ്കിൽ താഴോട്ടാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഈ റൂമിലെത്തി. ഇതേതാ റൂം? പോസിറ്റീവില് വരിക. പിന്നെ വൈയുടെ പോസിറ്റീവ്, വൈയുടെ നെഗറ്റീവ് കണ്ടാലേ, അപ്പൊ പോസിറ്റീവ് കണ്ടാണേ. പോസിറ്റീവ് എക്സിന് വൈക്കും പോസിറ്റീവ് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ആ ഷീറ്റുമ്പോൾ നിൽക്കാണ്. ഇതെങ്ങനെ പോന്നിട്ട് നിൽക്കട്ടോ, എക്സ് വൈ ആണെങ്കിൽ. പിന്നെ സെഡ് നെഗറ്റീവ് ആയത് താഴെ. ഇപ്പൊ നമ്മൾ ഈ റൂം ഇത് എത്രാമത്തെ റൂമാണ്? 5ാമത്തെ റൂമാണ്. സോ ഇത് 5th ഒക്ടന്റിലാണ്. ഏത് എത്രാമത്തെ? 5ാമത്തെ ഒക്ടന്റിലാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത 1 4 9 എവിടെ നോക്കാം? 1 പ്ലസും ഒന്നും പഠിക്കണ്ട. 1 പ്ലസ് വൈയുടെ പ്ലസ് സെഡിന്റെ പ്ലസ്. സംഖ്യ വിഷയമല്ല.
പ്ലസ് അറിയുമ്പോ തന്നെ അങ്ങോട്ട് വന്നു, പിന്നെ പ്ലസ് അങ്ങോട്ട് വന്നു, പിന്നെ പ്ലസ് മുകളിൽ പോയി. ഈ റൂം ഇത് എത്രാമത്തെ റൂമാ? ഫസ്റ്റ് ഒക്ടൻ അല്ലേ? അപ്പൊ ഇത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. ഓക്കെ, അടുത്ത നോക്കാം. -3 +2 മൈനസ് മൈനസ് പ്ലസ്. അത് മതി. എക്സിന് മൈനസ്, വൈക്ക് മൈനസ്, സെഡിന് പ്ലസ്. എക്സിന് മൈനസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സിന് മൈനസ് അറിയാം, അങ്ങോട്ടാ ഇങ്ങോട്ട് അല്ലേ? എക്സിന്റെ മൈനസ് വന്നു, -3. വൈയുടെ മൈനസ് ഇങ്ങോട്ടാ വൈയുടെ മൈനസ് ഇങ്ങോട്ടാണോ? അല്ല, വൈയുടെ മൈനസ് അറിയുമ്പോ മൈനസ് മൈനസ്. ഇനി പ്ലസ്. അപ്പൊ മോൾക്ക് താഴേക്കാ സെഡിന് ഈ റൂം. ഏതാ റൂം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓപ്ഷൻ ആണ് അല്ലെ? അപ്പൊ അത് തേർഡിലാണ്. അടുത്ത 0, 7, 3 ആണ്. 0 എവിടെയെങ്കിലും ഒരിടത്തുണ്ടെങ്കിൽ, രണ്ടോടത്തുണ്ടെങ്കിൽ, ഫുള്ള് 0 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. എക്സ് അല്ലേ 0, വൈയും ഇത് നോൺ 0 അല്ലേ? എങ്കിൽ അത് YZ പ്ലെയിനിലാണ്. YZ പ്ലെയിനിലാണ് കേട്ടോ. നമുക്ക് നോക്കാം എവിടെയാണ് ആ സാധനം വരിക. 0, 7, 3 ഇവിടെ എന്തല്ലേ? 0, 0, 0. 173 ആണെങ്കിൽ 1 വന്നിട്ട് 7 പോയിട്ട് 3 പോകും. ഈ റൂമിലെ വരാം. ഓക്കെ, അത് സ്പേസിലാണ് നിൽക്കുക, വായുവിൽ നിൽക്കണം. ഓക്കെ, 0, 7, 3 നോക്കി അവിടെ നിൽക്കാം. ഇവിടുന്ന് എക്സ് 1 ആണെങ്കിൽ അങ്ങോട്ട്, -1 അങ്ങോട്ട്, പ്ലസ് ആണെങ്കിൽ അങ്ങോട്ട് അല്ലെ? പക്ഷെ ഇവിടുന്ന് എക്സ് 0 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം, എങ്ങോട്ടും പോണ്ട. എക്സ് 0 അല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും പോണ്ട, ഇവിടെ നിൽക്കാം. ഓക്കെ, പിന്നെയോ ഇവിടുന്ന് വൈയുടെ 7ലേക്ക് കൂടെ സഞ്ചരിച്ചു. വൈയുടെ 7ൽ സഞ്ചരിച്ചു. ഇതാണ് വൈയുടെ 7. ഇനി സെഡിന്റെ 3, സെഡിന്റെ 3 ഇത് ഇവിടെ ഷീറ്റ് ഇല്ലേ? ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടില്ലേ? അതുപോലെ ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടില്ലേ? ഇങ്ങനെയും ഷീറ്റ് വെച്ചു. നമ്മൾ ഇങ്ങനെ വന്ന് അവിടെ സ്പേസിൽ നോക്കും. നമ്മൾ 0യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇവിടുന്ന് നേരെ പോരാ. 0 എന്നാൽ അവിടെ നിൽക്കുന്നു. പിന്നെ 7 പോന്നിട്ട് 3 പോകുന്നു. 7 പോരുന്ന ഡിമോഡ് അങ്ങനെ പോകുന്നു. 3 പൊങ്ങ പറഞ്ഞാൽ ഇത് അവിടെ അങ്ങനെ ഇവിടെ നിൽക്കണം. അത് ഈ ഷീറ്റ് തട്ടി ഇങ്ങനെ നിൽക്കണം. ഇത് ഏത് ഷീറ്റാ? ഈ ഷീറ്റ് ഏതാ നോക്കാം. ഈ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം? ഇങ്ങനെ സാധനല്ലേ? ഇതേതാ? വൈ. ഇതോ സെഡ്. അപ്പൊ അത് YZ എന്ന ഷീറ്റാണ്. അതാണ് YZ പ്ലെയിൻ. 0, 0, 43 ഒന്നും ആലോചിക്കണ്ട. എക്സും വൈ 0 എങ്കിൽ Z മാത്രമാണെങ്കിൽ അത് Z എന്ന ആക്സിസിൽ ആയിരിക്കും. Z ആക്സിസിലായിരിക്കും. എക്സും 0, വൈയും 0 ആണെങ്കിൽ Z മാത്രമാണെങ്കിൽ Z എന്ന ആക്സിസ്. ഒരാൾ മാത്രമുള്ളെങ്കിൽ 0 എങ്കിൽ പ്ലെയിനിൽ വരും. രണ്ടാൾ 0 ആണെങ്കിൽ അത് ആക്സിസും വരും. മൂന്നാളും 0 ആണെങ്കിൽ ഒറിജിന്. 0 ഇല്ലെങ്കിലോ, തീരെ 0 ഇല്ലെങ്കിലോ അത് ഈ റൂമുകളിലായിരിക്കും, ഒക്ടന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ 0, 0, 43 അതാ Z എന്ന ആക്സിസ്. Z ആക്സിന്റെ 43, സെഡിന്റെ 43 ഇവിടെ 43 പടപെട ആ പുള്ളി അതാണ്. ഓക്കെ, -48, 1, 0 ഒന്നും അറിയില്ല. 0 ഉണ്ടല്ലോ അല്ലെ? Z അല്ലേ 0? എക്സും വൈയും ഒക്കെ അല്ലേ? XY എന്ന പ്ലെയിനാണ്. XY എന്ന ഷീറ്റിനെയാണ്. നോക്കാം. XY ഇവിടുന്ന് Z എക്സിന്റെ മൈനസ് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് -48 വന്നിട്ട് വൈയുടെ 1 പൊന്ത, വൈയുടെ 1 നീങ്ങ, അങ്ങോട്ടാ വൈയുടെ 1 ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഷീറ്റ് 1 പോകുന്നു. പിന്നെ Z പൊങ്ങണ താങ്ങണം, പ്ലസ് ആ മൈനസാ? പിന്നെ പൊങ്ങുള്ള താങ്ങില്ല. അതാ ഷീറ്റ് ഇപ്പൊ അങ്ങ് നിൽക്കാം. ഈ ഷീറ്റാണ്. ഏതാ ഷീറ്റ്? ഇവിടെ ഷീറ്റ് ഇങ്ങനെ തന്നെ ഷീറ്റ് അല്ലേ? ഇതും ഇങ്ങനെ ഷീറ്റ് ഏതാ? ഇത് X, ഇത് Y അല്ലെ? XY എന്ന പ്ലെയിനാണ്. -2, -3, -9 സംഖ്യകൾ വിഷയമല്ല, അതിന്റെ ചിഹ്നം മതി. പൂജ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു ഒറിജിൻ അല്ലെങ്കിൽ ആക്സിസും അല്ലെങ്കിൽ പ്ലെയിനും. 0 തീരെ ഇല്ലെങ്കിൽ ചിഹ്നം നോക്കിയാൽ മതി. മൈനസ് എക്സും മൈനസ് വൈയും മൈനസ് എടുക്കും. നോക്കാം നമുക്ക് അല്ലെ? എക്സിന്റെ മൈനസ് എത്രയാണ്? 2. ഓക്കെ, -2 എന്തായാലും സംഖ്യ. പിന്നെ വൈയുടെ മൈനസ് ഇവിടെ വന്നിട്ട് വൈയുടെ മൈനസ് അറിവ് എങ്ങോട്ട് വന്നു അല്ലെ? സെഡിന്റെ മൈനസോ താഴോട്ടാണ്. ഈ റൂം അതേതാ റൂം? 1, 2, 3, 4 മേലെ, 5, 6, 7. 7th ഒക്ടന്റിൽ ഫുള്ള് നെഗറ്റീവ്, മൈനസ്. ഫസ്റ്റ് ഒക്ടന്റിലോ പ്ലസും ആയി. ഓക്കെ, ഇത് നോക്കാം. മൈനസ് നോക്കാം കേട്ടോ. മൈനസ് ആദ്യം എക്സിലൂടെ, പിന്നെ പ്ലസ് അങ്ങോട്ട്, പിന്നെ മൈനസ്. ഈ റൂം ഏതാ റൂം? 1, 2, 3, 4, 5, 6 പ്ലസ് മൈനസ് നോക്കാം. പ്ലസ് മൈനസ്. എക്സിന്റെ പ്ലസ് വന്നു, അവിടുന്ന് വൈയുടെ പ്ലസ് പോയി, സെഡിന്റെ നെഗറ്റീവ് വന്നു. എത്രാമത്തെ? 5ാമത്തെ, 5th ഒക്ടന്റ് അല്ലെ? പ്ലസ് വന്നു, വൈയുടെ മൈനസ് വന്നു, സെഡിന്റെ പ്ലസ്. എത്രാമത്തെ? 4ാമത്തെ. ഓക്കെ, അപ്പോ ഓരോ റൂമിലും ചിഹ്നങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുണ്ടോ കേട്ടോ. സംഖ്യയിലായാലും കുഴപ്പമില്ല,
ചിഹ്നങ്ങൾ നോക്കാം. ഫസ്റ്റിലാണെങ്കിൽ ഫുള്ള് പ്ലസ് വരാം, പ്ലസ് വന്നിട്ട് പ്ലസ്. ഇവിടെ ആണെങ്കിലോ രണ്ടാമത്തിലോ ഇവിടുക്കാണെങ്കിൽ ഈ റൂം ഇവിടുക്ക് എത്ര എങ്ങനെ ഇവിടുത്തെ പോയാൽ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വൈയുടെ ആദ്യം എക്സിലൂടെ പിന്നെ വൈയുടെ റിസൾട്ട് മൈനസ് വൈ പ്ലസ് മൈനസ് പ്ലസ് അല്ലെ. മൂന്നാമത്തെ റൂം ആണെങ്കിലോ മൈനസ് എക്സിന്റെ പിന്നെ മൈനസ് പിന്നെ പ്ലസ്. നാലാമത്തിലോ പ്ലസ് വൈക്ക് മൈനസ് പ്ലസ്. ഓക്കെ, 1 പറഞ്ഞു 2 3 4 ഇനി 5 കേട്ടോ. 5 താഴെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ താഴത്തെ റൂമിൽ പോവാം. താഴോട്ട് എങ്ങനെ പോവാം? ഇവിടുന്ന് പോണം. അങ്ങനെ വരിക പ്ലസ്, ഇങ്ങനെ വരിക പ്ലസ് പ്ലസ് മൈനസ്. അഞ്ചാമത് ഈ റൂമിക്ക് അങ്ങനെ വരിക ഇവിടുന്ന് വരണം. ഇങ്ങോട്ട് വരണം. മൈനസ് പ്ലസ് മൈനസ്. ഈ റൂമിക്കോ മൈനസ് വീണ്ടും മൈനസ് പിന്നെയും മൈനസ്. ഈ റൂമിക്കോ ഇട്ടുക്കോ മൈനസ് പ്ലസ് മൈനസ്. ഇങ്ങനെയാണ് 8 ഒക്ടന്റിലെയും പോയിന്റുകളുടെ ഓക്കെ. ഇവിടെ നോക്കാം. നമ്മള് 8 ഡിവൈഡ് ചെയ്യാം. ഒരു റൂം വിചാരിച്ചോളൂ. റൂമുകളെ ഒതുക്കണ്ട, അതാ വേൾഡ് മൊത്തത്തിലാണ് കേട്ടോ. ഒരു റൂമിന് വിചാരിക്കും. റൂം എന്നാൽ മൊത്തം ഒന്നല്ലോ. അതിനെ നമ്മള് ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് മറക്കണം. ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് മറക്കണം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളുടെ തലക്ക് മുകളിലൂടെ ഒരു ഷീറ്റ് ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതില്ലേ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ ക്ലാസ് റൂമിനെ 2 ആയിട്ട് മുറിച്ചു. അപ്പൊ ക്ലാസ് റൂമിന്റെ താഴെ നിങ്ങൾ ഇരിക്കുന്നു, മുകളിൽ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ലൈറ്റും ഫാനും കാണൂല, അതിന്റെ ലൈറ്റും കിട്ടൂല, ഫാനിന്റെ കാറ്റൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ 2 ആയിട്ട് മുറിച്ചു. ഓക്കെ അല്ലേ, 2 ആയിട്ട് മുറിച്ചു. പിന്നല്ല പാർട്ടീഷൻ ബോയ്സ് ഗേൾസ് ഇങ്ങനെയുണ്ട്. നമ്മൾ ഈ കട്ടിന്റെ ഏതാണ് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ക്ലാസ് റൂമിന് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഇത് വരിക ഈ ഷീറ്റ് അല്ലെ. ഈ ഷീറ്റിന് ഇങ്ങനെയല്ല ലെങ്തും ബ്രെഡ്ത്തും. ഇതാത് ലെങ്ത് ബ്രെഡ്ത്ത്, ഇങ്ങോട്ട് ലെങ്ത് ബ്രെഡ്ത്ത്. ഇതും ഏതാ പ്ലെയിന്? ഇത് എക്സ്, ഇത് വൈ. ഇത് XY പ്ലെയിനാണ് ഈ കട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ബോയ്സ് 8 ബെഞ്ച്, ഗേൾസും 8 ബെഞ്ച്. അതിൽ ബോയ്സിനെ 4-4 ആക്കുക, ഗേൾസിനെ 4-4 ആക്കുന്ന ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. അങ്ങനെ ഒരു ഷീറ്റ് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു ഷീറ്റ് ഇതാ വെച്ച് കണ്ടോ നിങ്ങൾ. ഇപ്പൊ എന്തായി? ക്ലാസ് റൂമിൽ ഇങ്ങനെ ആയിരുന്നു ആദ്യം അല്ലെ, താഴെയും മുകളിലായിട്ട് 2 ആയിട്ട് മുറിഞ്ഞു. ക്ലാസ് റൂം 2 ആയിട്ട് മുറിഞ്ഞു. ഇങ്ങനെ മുറിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ മുറിച്ചാൽ ഇവിടെ മൊത്തത്തിലെ ലൈറ്റും ഫാനും വരും അല്ലെ. ഇവിടെ നമ്മളെ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ബോയ്സും ഗേൾസും കൊണ്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ മുറിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ താഴെ 4 ബെഞ്ച് ബോയ്സും 4 ബെഞ്ച് ഗേൾസും, മുമ്പില് 4 ബെഞ്ച് ബോയ്സ് 4 ബെഞ്ച് ഗേൾസ് അല്ലെ. ഈ 4 ബെഞ്ച് ബോയ്സിന് ബാക്കത്തെ 4 ബെഞ്ച് ബോയ്സിനെ കാണൂല. മുമ്പിലെ 4 ബെഞ്ച് ഗേൾസിന് ബാക്കത്തെ 4 ബെഞ്ച് ഗേൾസിനെ കാണൂല. എങ്ങനെ കാണാം? 4 ഗേൾസിന് ഫ്രണ്ടത്തെ 4 ബോയ്സിനെ കാണാം, 4 ബാക്കത്തെ 4 ഗേൾസിന് ബാക്കത്തെ 4 ബോയ്സിനെ കാണാം. അങ്ങനെ പാർട്ടീഷൻ. ഓക്കെ, ഇപ്പൊ എത്രയായി മുറിഞ്ഞു? 1 2 3 4. ഇനി നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ നടത്താം. നമ്മളെ നടക്കാനുള്ള സ്ഥലമല്ല ബോയ്സ് ഗേൾസ് ഉണ്ട്, അതിനിങ്ങനെ പാർട്ടീഷൻ നടത്താം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഷീറ്റ് ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ വെക്കുമ്പോ എന്ത് സംഭവിക്കും? മുകൾ ഭാഗം 4 ആയിട്ട് മുറിയും അല്ലെ. മുകൾ ഭാഗം കണ്ട 4 ആയിട്ട് ഇങ്ങനെ മുറിയും. അതുപോലെ തന്നെ താഴെ നമ്മൾ ചെയ്യാം. കാണണ്ടോ? താഴെ 4 ആയിട്ട് മുറിഞ്ഞു, മുകളിലും 4 ആയിട്ട് മുറിഞ്ഞു. ഓക്കെ, 4 റൂം മുകളില് 4 റൂം താഴെ. ഇതില് ഇതാണ്, ഈ റൂമാണ് നമ്മളെ ഫസ്റ്റ് ഒക്ടന്റ്. ഇത് കേട്ടോ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, പിന്നെ ഇവിടെ വരും അല്ലെ. താഴത്താണ് പറഞ്ഞത് ഇത് 5th, ഇവിടെ 6th 7th 8th കണ്ടോ. താഴത്ത് മാത്രം 4, മുകളിൽ മാത്രം ഇങ്ങനെയും 4. ഓക്കെ, 4 4 8 ഒക്ടന്റ്. ഈ റൂമത്തിന്റെ ചിഹ്നം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടുത്തെ ഒക്കെ Z പോസിറ്റീവ് വരും, താഴത്തേക്കാണെങ്കിലോ Z നെഗറ്റീവ് വരും. ഓക്കെ, ഒരു ബ്രാക്കറ്റിൽ മൂന്നാമത്തെ ആൾ പ്ലസ് ആണെങ്കിൽ അത് മുകളിലാണ് നോക്കുക. ഒരു ബ്രാക്കറ്റിൽ 3 നമ്പേഴ്സ് ഉണ്ടാവില്ലേ, അതിൽ അവസാനത്തെ ആൾ നെഗറ്റീവ് ആണ്, താഴെയായിരിക്കും. പിന്നെ പ്ലെയിനുകളാണ്. ഇത് ഏത് പ്ലെയിനാ? ഇത് ഇങ്ങനെയൊക്കെയാണ് പ്ലെയിൻ, XY പ്ലെയിൻ. ഇതേതാ? ഇങ്ങനെയാണ് ZY പ്ലെയിൻ. ഇതേതാ? ഇതിങ്ങനെ താഴോട്ടും ഇങ്ങോട്ടുമാണ്, XZ പ്ലെയിനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ ദ സ്പേസ്. ഒരു സ്പേസിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ. പ്ലെയിനിലെ നമ്മൾ പറഞ്ഞു അല്ലെ, പ്ലെയിനിലെ നമുക്കറിയാലോ x1 ഉം y1 ഉം ഇതൊരു പോയിന്റ്, x2 y2 എന്ന വേറെ പോയിന്റ്. ഇതാണ് x1 y1, ഇതാണ് x2 y2. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ് നീളം. എങ്ങനെ നമ്മൾ കണ്ടത് നമുക്കറിയാലോ. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയറും അല്ലെങ്കിൽ y1 മൈനസ് y2 ഹോൾ സ്ക്വയറും കൂട്ടിയതിന്റെ റൂട്ട് അല്ലെ. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. ഇനി x1 മൈനസ് x2 കുഴപ്പമില്ല, തിരിച്ച് x2 മൈനസ് x1 കുഴപ്പമില്ല. എങ്ങനെ കുറക്കാം? കാരണം സ്ക്വയർ എടുക്കണില്ലേ. സ്ക്വയർ എടുക്കുമ്പോ x1 x2 കുറച്ചാലും x2 x1 കുറച്ചാലും ഒക്കെ സ്ക്വയർ എടുത്താൽ നെഗറ്റീവ് ഒക്കെ പോയി കിട്ടും. അപ്പൊ എങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കാണാം? ഇൻ ദ പ്ലെയിനിൽ, 2 ഡയമെൻഷൻ അല്ലെ പ്ലെയിൻ ആകുമ്പോൾ. സ്പേസിലാകുമ്പോൾ സ്പേസിൽ ഇങ്ങനെയാണ് പോയിന്റ് തന്നെ വരിക. സ്പേസിൽ എങ്ങനെ വരിക? x1 y1 z1 ഇതാണ് ഒരു പോയിന്റ്, അതിന്റെ പേര് എ എന്ന് പറയും. പിന്നെ പോയിന്റ് ബി, അത് x2 y2 z2. അങ്ങനെയാണ് ഈ പോയിന്റ് ആ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏത് ബി വരെയുള്ള ലൈൻ സെഗ്മെന്റിന്റെ നീളം. സ്പേസ് കാണുണ്ടോ? നമ്മള് 1 2 3 മൂന്നാളുകൾ ഉണ്ടാവും ബ്രാക്കറ്റ്. നമ്മൾ എന്താ പറയാ? ട്രിപ്ലെറ്റ്, ഓഡിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയാം. ഇവർ തമ്മിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സുകൾ വൈകൾ ചെയ്ത പോലെ സെഡ് കൂടെ വരും. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അല്ലെ, ഇത്ര നമ്മൾ പഠിച്ചു. റൂട്ട് ഓഫ് 3 ഡയമെൻഷൻ ആകുമ്പോൾ ആരുടെ വരും? z1 മൈനസ് z2 ഹോൾ സ്ക്വയർ വരും. എന്നിട്ട് റൂട്ട് ഓഫ് ഇതാണ് എ ബി വരെയുള്ള ലൈൻ സെഗ്മെന്റിന്റെ നീളം അല്ലെങ്കിൽ ഈ പോയിന്റുകൾ തമ്മിലെ ഡിസ്റ്റൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 5 2 minus 1 and minus 6 1 4. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. സ്പേസിലെ രണ്ട് പോയിന്റുകളാണ്. സ്പേസിലെ ഒരു പോയിന്റ് എവിടെയാണ്, ഏത് ഒക്ടന്റിലാണ് നമ്മൾ കറക്റ്റ് പഠിച്ചത് അല്ലെ. ചിലപ്പോ ഒക്ടന്റിലായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ആക്സിസിലായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും പ്ലെയിനിലായിരിക്കും. 3 പ്ലെയിനാണ്, XY പ്ലെയിന്, XZ പ്ലെയിന്, അതുപോലെ YZ പ്ലെയിൻ. 3 ആക്സിസ് ആണ്, X ആക്സ്, Y ആക്സ്, Z ആക്സ്. അങ്ങനെ മൂന്നും വന്നിട്ടുള്ള ആക്സസുകൾ അല്ലെങ്കിൽ ആ പ്ലെയിനുകൾ തമ്മിൽ എന്തുണ്ടാക്കും? 8 റൂമുകൾ ഉണ്ടാവും അല്ലെ, 8 ഒക്ടൻസ് അല്ലെ, ഓരോന്നും പറയാം അല്ലെ. അപ്പൊ ഓരോ പോയിന്റും ഏത് ഒക്ടനിലാക്കും നമ്മൾ പഠിച്ചു. ഇനി രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് x1, ഇത് കറസ്പോണ്ടിങ് x2, ഇത് y1, അതതിന്റെ y2, ഇത് z1, അതിന്റെ z2. ഇത് പറഞ്ഞാൽ ഫസ്റ്റത്തെ തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ, സെക്കൻഡുകൾ തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ, ലാസ്റ്റ് തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ. അതിന്റെ റൂട്ട് എടുത്താൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ 5 ആണ്, അവിടെ -6 ആണ്. അവർ തമ്മിൽ കുറക്കണം. 5 -6 കുറക്കാം, അല്ലെങ്കിൽ പിന്നെ -6 5. എന്തായാലും ഫസ്റ്റ് ആണ് ഇത്. എത്ര പറയുള്ളൂ? ഫസ്റ്റ് ഇവിടെ ചെയ്താ ഫസ്റ്റ് ഇവിടെ ചെയ്താ ഫസ്റ്റ് കുറക്കുക ഹോൾ സ്ക്വയർ, കുറക്കുക ഹോൾ സ്ക്വയർ. ഇനി സെക്കൻഡ് സെക്കൻഡ് ആരാ? 1 2 അല്ലെ, 1 2 ചെയ്താ കുറക്കുക ഹോൾ സ്ക്വയർ. ഇനി ഇതാ ആരാ? -1 ഉം 4 ആണ്. എങ്ങനെ ചെയ്താ? -1 ചെയ്തിട്ട് 4 ചെയ്താൽ, അല്ലെങ്കിൽ 4 ചെയ്തിട്ട് -1, എങ്ങനെ ചെയ്താ? എന്തായാലും അതിന് ശേഷം കുറക്കുക ഹോൾ സ്ക്വയർ. ഒന്നെങ്കിൽ 4 മൈനസ് -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 + 1 ആവും, 5 ആവും. അല്ലെങ്കിൽ തിരിച്ച് ആദ്യം -1 ചെയ്താ പിന്നെ 4 ചെയ്താ -1, അപ്പൊ -4, അപ്പൊ -1 -4 അപ്പൊ -5 വരിക. ഏതായാലും കുഴപ്പമില്ല, ആൻസർ 25 ആണ് വരിക കേട്ടോ. ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് 5 + 6 ആവും ഹോൾ സ്ക്വയർ. 1 - 2 2 - 1 1 അല്ലേ, 1 സ്ക്വയർ. അത് 4 + 1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ -4 -1 വരും. എന്തായത് -5 അല്ലെങ്കിൽ +5 വരില്ല, 25 അത് വരിക. ഇത് 11 വരും, അല്ലെങ്കിൽ -11 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറക്കാല്ലേ, അവിടെ ഇങ്ങോട്ട് കുറക്കാം. ഇത് 1 സ്ക്വയർ അല്ലെങ്കിൽ -1 സ്ക്വയർ വരും കേട്ടോ. എങ്ങനെ വന്നാലും 1 സ്ക്വയർ ഒക്കെ 1 തന്നെയാണ്. ഇത് 11 സ്ക്വയർ, എത്ര 11 സ്ക്വയർ? 120. അല്ലെങ്കിൽ -11 സ്ക്വയർ വരിക, അങ്ങ് കുഴപ്പമില്ല. 1 സ്ക്വയർ അല്ലെങ്കിൽ -1 സ്ക്വയർ വരിക, അതിന്റെ സ്ക്വയർ 1 തന്നെ. ഇത് 5 സ്ക്വയറാ അല്ലെങ്കിൽ -5 സ്ക്വയർ, 25 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 121 146 147. 147ന്റെ റൂട്ട് 144 ഉണ്ട്. 141 റൂട്ട് കറക്റ്റ് 12 ആണ്. 13 169 ആണ്. ഇതൊരു 12ന്റെ പോയിന്റ്, 12 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആ പോയിന്റ് സ്പേസിലെ രണ്ട് പോയിന്റുകൾ എവിടെയുണ്ടും അവർ തമ്മിൽ 12 പോയിന്റ് സംതിങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ഫസ്റ്റും കുറക്കുക ഹോൾ സ്ക്വയർ, സെക്കൻഡും കുറക്കുക ഹോൾ സ്ക്വയർ, തേർഡും കുറക്കുക ഹോൾ സ്ക്വയർ. ഇനി ഫസ്റ്റും എഴുതിയാൽ മതി. ഇവിടെ ഫസ്റ്റ് ചെയ്താൽ മറ്റേ ഫസ്റ്റ് ഉണ്ട്. എങ്ങനെ ചെയ്താ? ഇത് -9 ഇവിടെ എഴുതാണെങ്കിൽ 2 ഇവിടെ 2 ഇവിടെയാണ് -9 ഇവിടെ എഴുതി ആ 2 എടുക്കാം. ഇത് ഇങ്ങനെയാണ് സംഭവം. ഫസ്റ്റും കുറക്കുക, അതാണ് ഹോൾ സ്ക്വയർ. സെക്കൻഡ് 0 3 അല്ലേ, 0 3 ചെയ്താൽ 3 0. എങ്ങനെ ചെയ്താ? തേർഡും 4 എഴുതിയിട്ട് -6 ചെയ്താൽ അല്ലെങ്കിൽ -6 ചെയ്തിട്ട് 4 ചെയ്താൽ എങ്ങനെ ചെയ്താ? 4 എഴുതിയിട്ട് -6 കുറക്കൽ ഇവിടെ ഒന്നും കേട്ടോ. ഇത് -9 -1 2 പറഞ്ഞാൽ -11 കേട്ടോ. സ്ക്വയർ കൂട്ടിയിട്ട് -2. 0 -0 എന്നോ -3 തന്നെയാണ്. 4 -4 4 -6 പറഞ്ഞാൽ 4 + 6. 11ന്റെ സ്ക്വയറും -11ന്റെ സ്ക്വയർ ഒക്കെ 121. 3 ആണ് -3 ആണൊക്കെ 9 ആണ്. ഇത് എത്ര 10 അല്ലേ? 10ന്റെ സ്ക്വയർ -10 ആണൊക്കെ 100. അപ്പൊ 100 221 221 230 അല്ലേ? √230 ആണ്. √230 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് -2 3 5 1 2 3 and 7 0 -1 are collinear. ഈ 3 പോയിന്റും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഷോ ചെയ്യാം. കൊളീനിയർ മീൻസ് ലൈൻ ഓൺ എ സെയിം ലൈൻ, ഒരേ വരയിലാണ്. ഈ 3 പുള്ളി സ്പേസിലാണ് എവിടെയെങ്കിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഓക്ടന്റിൽ എവിടെയെങ്കിലൊക്കെ ആ 3 പുള്ളികൾ ഒരു വരയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വര, ആ ഒരു 2 പോണ പുള്ളി കൂടെ 3ാമത്തെ ഉണ്ടാവും. അത് 3ഉം ഒരു വരയിലാണ് തെളിയിക്കാം. നമുക്ക് ഇതിന് എ കൊടുക്കാം, ഇത് ബി ആവട്ടെ, ഇത് സി ആവട്ടെ. 3 പോയിന്റുകൾ, ഒരു പോയിന്റ് ഇവിടെ, ഒന്ന് ഇവിടെ. ഇത് എങ്ങനെ വരച്ചാലും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ അതിൽ ഈ പോയിന്റ് ഉണ്ടാവില്ല. ഇവർ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ അതിൽ ഇവരുണ്ടാവില്ല. ഇവർ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ അത് ഉണ്ടാവില്ല. അപ്പൊ ആ 3 ഡിസ്റ്റൻസുകൾ മാറ്റണ്ടാവും. ഇത് 7, ഇത് 4. ഇങ്ങനെ വന്ന് ഇപ്പോൾ 7 + 4 11 ആണ്. ഇങ്ങനെ പോകുമ്പോഴോ ഇങ്ങനെ വരുമ്പോ 11 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ. ഇങ്ങനെ പോകുമ്പോഴോ അത്രക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ 2 കൂടുന്നതും ഇത് തമ്മിൽ ഈക്വൽ അല്ല. ഇത് കൂട്ടിയാ 11, ഇത് 11 ഉണ്ടാവില്ല. ആ പോയിന്റ് ഒന്നുകൂടെ അങ്ങോട്ട് കുറഞ്ഞു. ഈ പോയിന്റ് ഇവിടെ നിന്ന് ഓക്കെ. ഇത് 6, ഇത് 5, രണ്ടും കൂടെ കൂട്ടിയാല് 11. എന്നാൽ ഇത് എത്ര ഉണ്ടാവും? അത് 11 ഉണ്ടാവില്ല, കുറഞ്ഞു വരും അല്ലെ. ഈ പോയിന്റ് ഒന്നും കൂടെ ഇങ്ങനെ വന്നു, ഇതും കൂട്ടിയാൽ ഇതിനൊപ്പം ആവില്ല. അങ്ങനെ ആ പോയിന്റ് വന്ന് ഈ വരയോടൊപ്പം കുറച്ച് മുകളിലായി എങ്കിലും നമുക്ക് ഇങ്ങനെ ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ടാവും. ട്രയാങ്കിൾ ഉണ്ടാവും തോറും ഇങ്ങനെ പോകുന്നതും ഈ നേരെ പോകുന്നതും തമ്മിൽ ഡിസ്റ്റൻസ് മാറ്റുണ്ടാവും. എന്നാൽ ഇവിടെയുള്ള പോയിന്റ് ഇങ്ങോട്ട് ഇങ്ങനെ ലാസ്റ്റ് ആ പോയിന്റ് ഇങ്ങോട്ട് വന്നാൽ ഈ ദൂരം എത്രയാണോ ഈ ദൂരം എത്രയാണോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നവർ നേരെ പോകുന്നതിന് ഈക്വലാണ്. ഒരു വരിയിലാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചിട്ട് ഇവിടുന്ന് അവിടം വരെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈക്വലാണ്. ഒരു വരിയിലല്ലെങ്കിലോ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ച് ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സഞ്ചരിക്കുന്ന ഈക്വലാണോ? അല്ല. ഇങ്ങനെ ഒന്ന് സമയം എടുക്കും, ദൂരം കൂടും. ഇങ്ങനെയാകുമ്പോഴോ അത്രക്ക് ദൂരമില്ല. അപ്പൊ ഈ 2 കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ആ വര ഇവിടേക്ക് ചാടി ഇങ്ങനെ വന്നതാ. ഈ 2 കഷ്ണങ്ങളും ഒറ്റ വരയായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കതോ ഇത് 2 കൂട്ടി 5 പേര് കൂട്ടി 12 ആണ്. അത് നേരെ നോക്കിയാലും 12 ആണ്. അപ്പൊ ഈ 3 പോയിന്റുകൾ ഒരു സ്പേസിലെ 3 പോയിന്റുകളും ഒരു ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 ഡിസ്റ്റൻസ് ഏത് ബിക്കും കാണാം, ബിന്ന് സിക്കും കാണാം, ഏത് സിക്കും കാണാം. ആ 3 ഡിസ്റ്റൻസുകളിൽ ചെറിയ 2 ഡിസ്റ്റൻസ് കൂട്ടിയാൽ വലുതിനൊപ്പം ആവുണ്ടോ നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് 3ഉം കൊളീനിയറാണ്, ലൈൻ ഓൺ എ സെയിം ലൈൻ. അപ്പൊ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് കാണും, ബി സി കാണും, എ സി കാണും. 3 ഡിസ്റ്റൻസും കാണും. ഓക്കെ. അപ്പൊ എ ബിയുടെ ഡിസ്റ്റൻസ് കാണും. എ ബിയുടെ ഡിസ്റ്റൻസ് എയും ബി മാത്രം കൊടുക്കാം. ഇത് വേണ്ട. ഫസ്റ്റും കുറക്കാം. -2 1 കുറക്കാം. -2 -1 അല്ലെങ്കിൽ 1 -2 എങ്ങനെ കേട്ടോ? -2 1 കുറക്കുക ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ 1 -2 കുറക്കുക ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് 3 സ്ക്വയർ അല്ലെങ്കിൽ -3 സ്ക്വയർ വരാം? 9 ആണ് വരും. അടുത്തത് സെക്കൻഡും 3 × കുറക്കുക ഹോൾ സ്ക്വയർ. അടുത്ത 5 3 അല്ലേ? 5 3 കുറക്കുക ഹോൾ സ്ക്വയർ സമ √. ഇത് എത്രയാ? -3 സ്ക്വയർ. അത് 9 ആണ്.
ഇത് 1 അല്ലേ, അതിന്റെ സ്ക്വയർ 1. ഇത് 2ന്റെ സ്ക്വയർ 4 ആണ്. അതുകൊണ്ട് 10 4 14. റൂട്ട് 14 ആണ് ഇവിടുന്ന് നിങ്ങളുടെ ഡിസ്റ്റൻസ്. റൂട്ട് 14 എന്ന് പറഞ്ഞേ റൂട്ട് 16 ആണെങ്കിൽ കറക്റ്റ് 4 ആണ്. ഇത് 4 ഇല്ല, 3.8 3.75 അതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ബി സി കാണും. എങ്ങനെ ബി സി കാണാം? ബി സി കാണുമ്പോ ഈ പോയിന്റ് ഓർമ്മ ഫസ്റ്റ് 1ഉം 7ഉം കുറക്കാം. ഒന്നെങ്കിൽ 1ഉം 7 അല്ലെങ്കിൽ 7ഉം എങ്ങനെ ഉറച്ചാലും കുഴപ്പമില്ല. 6 അല്ലെങ്കിൽ -6 ആണ് കിട്ടുക. എന്തായാലും അതിന്റെ 6ന്റെ സ്കോർ -6ന്റെ സ്കോർ ഒക്കെ 36 വരിക. നെഗറ്റീവ് പോകും. അടുത്ത് 2ഉം 0ഉം കുറക്കാം. അടുത്തത് 3ഉം 1ഉം അല്ല, 3ഉം -1ഉം കുറക്കാം. 3ഉം -1ഉം കുറക്കുക കൊടുക്കുക. അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് 6 സ്ക്വയർ ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 + 1 4 സ്ക്വയർ ആട്ടോ. ഈക്വൽ ടു 36 4 16 36 4 16 ഇത് 40 56 റൂട്ട് 56 കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് എ സി കാണാം. എ സിയുടെ ഡിസ്റ്റൻസ് എയും സിയും ഇതും ഫസ്റ്റും കുറക്കുക. 7 -2 കുറക്കുക. 7 -2 കുറക്കുക ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ -2 7. 3ഉം 0ഉം കുറക്കുക. 3ഉം 0ഉം കുറക്കുക ഹോൾ സ്ക്വയർ. 5ഉം -1ഉം കുറക്കുക. 5ഉം 1ഉം കുറക്കാന്നല്ല, 5ഉം -1ഉം കുറക്കുക ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് ഇത് 7 + 2 ആണ്, 9 സ്ക്വയർ വരും കേട്ടോ. 9 സ്ക്വയർ. ഇത് 3 സ്ക്വയർ, 3 - 0 3 സ്ക്വയർ. ഇത് 5 + 1 6 സ്ക്വയർ കേട്ടോ. ഈക്വൽ ടു റൂട്ട് ഓഫ് 9ന്റെ സ്ക്വയർ 81, 3ന്റെ സ്ക്വയർ 9, 6ന്റെ സ്ക്വയർ 36 അല്ലേ? കൂട്ട ഇത് കൂട്ടിയപ്പോ 90 126 റൂട്ട് 126 കിട്ടും എ സി. ഓക്കെ, ഇവിടെ എ ബി ബി സി ബേസിക് കിട്ടി. എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 14 ആണ്. റൂട്ട് 14 എന്ന് പറഞ്ഞാല് 14 നമുക്ക് 2 × 7 എഴുതാം. അവിടെ കാര്യമില്ല, പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാണുന്നോ കേട്ടോ. റൂട്ട് 56 56 എന്ന് പറഞ്ഞാൽ 2 28 അല്ലെങ്കിൽ 4 14 4 × 14 ഇത് 14 അല്ലേ, അപ്പൊ 14മായി ബന്ധിപ്പിച്ച് ചെയ്തത്. റൂട്ടിന്റെ ഉള്ളിൽ 14 ഉണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് 4ഉം റൂട്ട് 14 ആണ്. റൂട്ട് 4 2 ഇത് 2 ആണ്. 2 × റൂട്ട് 14 2 × റൂട്ട് 40 ഇതാണ് ആൻസർ. ഇങ്ങനെ ഇത് 56നെ റൂട്ട് 4 × റൂട്ട് 14 റൂട്ട് 4 നമ്മൾ എന്ത് ചെയ്തു 2 ഇത് 2 പിന്നെ റൂട്ട് 14 ഇങ്ങനെ കേട്ടോ. റൂട്ട് 126 ആണ് എ സി. റൂട്ട് ഓഫ് ഇത് 14 മൾട്ടിപ്പിൾ ആണ്. അതിലേക്ക് നോക്കുക. 10 ആകുമ്പോൾ 140 ഇത് 9 കറക്റ്റ്. റൂട്ട് 14 × റൂട്ട് 9 റൂട്ട് 14 ഉണ്ട്, പിന്നെ റൂട്ട് 9 ഉണ്ട്. റൂട്ട് 14 അതുപോലെ ഇട്ടു. റൂട്ട് 9 ആണ് 3 ആണ് എന്ന് പറഞ്ഞാൽ 3 റൂട്ട് 14 കിട്ടും. ഇതാണ് എ സി. അപ്പൊ എ സി കിട്ടി. ഇതാ എ ബിയും ബി സിയും എ സിയും മതി. നമുക്ക് ലൈൻ ഓൺ എ സെയിം ലൈൻ പ്രൂവ് ചെയ്യണം. അപ്പോ 3 ഡിസ്റ്റൻസും ഏതെങ്കിലും 2 അല്ല, ഏറ്റവും ചെറുത് 2 കൂട്ടാം. ഏറ്റവും ചെറുത് 2 കൂട്ടിയാൽ വലുത് കിട്ടും എന്ന് പറഞ്ഞാൽ ഏതും കൂട്ടി നോക്കട്ടെ. ചെറുത് 2 കൂട്ടിയാൽ വലുത് നമുക്ക് ആവുള്ളൂ. ആ 2 കൂട്ടിയാൽ വലുത് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ പറയാം, അത് കൊളീനിയർ എന്ന് പറയാം. ഇത് 3 റൂട്ട് 14, ഇത് 2 റൂട്ട് 14, ഇത് 1 റൂട്ട് 14. അപ്പൊ ഇത് 1ഉം ഇത് 2 ആണ്, 3 ആണ്. അപ്പൊ ചെറുത് ഇതാണ് എ ബിയും അതുപോലെ പിന്നെ കുറച്ച് വലുതേതാ ബി സി ആണ്. എ സി ആണ് വലുതാണ് കേട്ടോ. എ ബി ബി സി വെറുതെ കൂട്ടും. എ ബി + ബി സി. എ ബി എത്ര റൂട്ട് 14, ബി സിയോ 2 റൂട്ട് 14. ഇത് റൂട്ട് 14 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 റൂട്ട് 14 ആണ്. ഒരു റൂട്ട് 14ഉം 2 റൂട്ട് 14ഉം കൂട്ടിയാൽ 3 റൂട്ട് 14 കിട്ടും. ഓക്കെ, ഈ 3 റൂട്ട് 14 നമുക്ക് കൂട്ടിയാൽ കിട്ടുന്നുണ്ട്. ഇത് ഏതിന് ഈക്വലാ? 3 റൂട്ട് 14 നമുക്ക് എങ്ങനെ എഴുതാം? 3 റൂട്ട് 14 എ സി എഴുതാം. അപ്പൊ നമ്മൾ എ ബിയും ബി സിയും കൂട്ടി ഇങ്ങനെ പോകുന്നപ്പോ എന്ത് കിട്ടി? എ സി കിട്ടി. അതായത് എ ബി എന്നുള്ള നീളവും ബി സി എന്നുള്ള നീളവും കൂട്ടിയാൽ നമുക്ക് എ സി എന്നുള്ള മൂന്നാമത്തെ നീളം കിട്ടി. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയത് കിട്ടുന്നത്. അതുകൊണ്ട് എന്താ ആ 3 പോയിന്റും കൊളീനിയർ ലൈൻ ഓൺ എ സെയിം ലൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. So that the points 0 7 10 -1 6 6 -4 9 6 are the vertices of an isosceles right triangle. ഈ 3 പോയിന്റുകൾ സ്പേസിലെ 3 പോയിന്റുകളാണ്. ആ 3 പോയിന്റുകൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. സമപാർശ്വ മട്ടത്രികോണം കിട്ടും എന്ന് ഷോ ചെയ്യണം, പ്രൂവ് ചെയ്യണം, തെളിയിച്ചാണ്. സമപാർശ്വ മട്ടത്രികോണം ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ 3 പോയിന്റ് യോജിപ്പിച്ച ട്രയാങ്കിൾ ആയി.
അത് എപ്പോഴും ഐസോസിലസ് ആവാ? ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയ പോലെ. എപ്പോഴാ റൈറ്റ് ആംഗിൾ ആവുക? ഒരു ആംഗിൾ 90 ആകുമ്പോ അല്ലെ? ഒരു ആംഗിൾ 90 ആയാലോ ഓക്കെ. ഇപ്പൊ എങ്ങനെ 90 വരച്ചോ? അപ്പൊ റൈറ്റ് ആംഗിളും തെളിയിക്കണം, അതുപോലെ ഐസോസിലസും തെളിയിക്കണം. റൈറ്റ് ആംഗിൾ ആവണമെങ്കിൽ വേറെ പ്രത്യേകം എന്താ? ആംഗിൾ നോക്കല്ലാതെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. ചെറിയ രണ്ടെണ്ണത്തിന്റെ സ്ക്വയർ കൂട്ടിയാൽ വലുതിന്റെ സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടണമെങ്കിൽ ബേസ് സ്ക്വയറും മാർജിൻ സ്ക്വയറും കൂട്ടിയിട്ട് അങ്ങനെ സെറ്റ് ആവുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിളും ആയി, രണ്ട് സൈഡ് ഈക്വൽ ഐസോസിലസ് ആയി. നമുക്കൊരു ഇതിന് എ കൊടുക്കാം, ഇത് ബി, ഇത് സി കൊടുക്കാം അല്ലെ. എന്നിട്ട് 3 ഡിസ്റ്റൻസ് കാണാം. എ ബിയും കാണാം, ബി സിയും എ സിയും കാണാം. എ ബി നമ്മുടെ ഡിസ്റ്റൻസ് കാണാം. 0 -1 അല്ലെ കുറക്കുക. 0 -1 കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ ഏതാ 7 6 കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ 10 6 കുറക്കുക ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് 0 -0 +1 1 സ്ക്വയർ ആണോ? ഇത് 1 സ്ക്വയർ ആണ്. 10 6 4 സ്ക്വയർ ആണ്. 16 ആണിത്. 11 ഇത് 18 റൂട്ട് 18 കിട്ടും. എ ബി ആയി. ഇനി ബി സി എങ്ങനെ? ബി സി ആണ് ബി സി ഈക്വൽ ടു ബിയും സിയും. ഫസ്റ്റ് കുറക്കുക. -1 -4 ആണ്. -1 -4 കുറക്കുക ഹോൾ സ്ക്വയർ. സെക്കൻഡ് 6 9 6 -9 ആകാം, 9 -6 ആകും. ഒന്നും കാക്കണ്ട. പിന്നെ ആരാ 6 6 കുറക്കുക ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ്. ഇത് -1 + 4 ആണ്. -1 + 4 ഹോൾ സ്ക്വയർ. 6 -9 -3 സ്ക്വയർ. ഇത് പിന്നെ 0 സ്ക്വയർ അല്ലേ? ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് 3 സ്ക്വയർ ആ, അത് 9 ആവും. ഇത് -3 സ്ക്വയർ, അത് 9, മറ്റേ 0 ആണ്. അപ്പൊ ഇത് 9 + 9 എന്താവും? റൂട്ട് 8 ആവും. എ ബി ആയി ബി സി ആയി. ഇനി എ സി കാണും. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് തമ്മിൽ 0 -4 കുറക്കുക. 0 -4 കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ ആരാ 7 9 കുറക്കുക. 7 9 കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ 10 6 കുറക്കുക ഹോൾ സ്ക്വയർ. 10 6 കുറക്കുക ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ്. ഇത് 0 -0 + 4 സ്ക്വയർ ആണ്, അത് 16 ആവും. ഇത് 7 -9 -2 അല്ലെങ്കിൽ +2 തിരിച്ചാണെങ്കിൽ 2 ന്റെ സ്ക്വയർ ആവും. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവും. ഇത് 4 ആണ്, അതിന്റെ സ്ക്വയർ 16. 16 32 32 4 36ന്റെ റൂട്ട് എത്ര? കറക്റ്റ് 6 കിട്ടും അല്ലെ? 32 4 36. റൂട്ട് 36 നമുക്ക് എന്ത് ചെയ്യാം? 6 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഒന്ന് റൂട്ട് 36 6 ആണ്. ഇത് റൂട്ട് 18 റൂട്ട് 18 ആണ്. ഓക്കെ. അപ്പൊ നോക്കാം, എ ബിയും ബി സിയും എ സിയും ഉണ്ട് അല്ലെ. ഇവിടെ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ഉണ്ടോ? ഉണ്ടല്ലോ. എ ബി തന്നെയല്ലേ ബി സി. ഹിയർ എ ബി ആൻഡ് ബി സി ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകൾ എയും ബിയും സിയും, 3 സൈഡ് എ ബി കണ്ടും ബി സി കണ്ടും എ സി കണ്ടും. എ ബി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ അല്ലേ? Therefore ട്രയാങ്കിൾ എ ബി ഈസ് ഐസോസിലസ്. അപ്പൊ ഐസോസിലസ് ആയി. ഓക്കെ. ഇനി റൈറ്റ് ട്രയാങ്കിൾ ആവണം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾ നോക്കണം, വരച്ചു നോക്കിയാൽ പറ്റുള്ളൂ. അല്ലെങ്കിലോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെ. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. ഇതല്ലേ ചെറുത് രണ്ടും? ഇത് റൂട്ട് 36 ആണ്. അതാണ് വലുത്. ഇത് രണ്ടും ഈക്വൽ. ഇവരുടെ സ്ക്വയർ കൂട്ടുന്നത് കിട്ടാം. എ ബി സ്ക്വയറും ബി സി സ്ക്വയറും കൂട്ടുക. ഇതിന്റെ സ്ക്വയർ കൂട്ടുക, ഇതിന്റെ സ്ക്വയർ കിട്ടണം. എ ബി സ്ക്വയർ എന്താ? എ ബി സ്ക്വയർ കണ്ടാ. ബി സി സ്ക്വയറോ? ബി സി സ്ക്വയർ കേട്ടോ. റൂട്ട് 18 സ്ക്വയർ. റൂട്ടും സ്ക്വയറും വന്നാൽ രണ്ടെണ്ണം ഒഴിവാകും, വെറും 18. റൂട്ടും സ്ക്വയർ വന്നാൽ രണ്ടും പോകും 18. 18 × 36 അല്ലേ? ഈ 36 എന്താണ്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് 36. എ സിന്റെ സ്ക്വയർ വെറുതെ കണ്ടോ? എന്താ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എ സി സ്ക്വയർ 6 അല്ലേ? എ സിന്റെ സ്ക്വയർ 36 അല്ലേ? അപ്പോ ഇതിന്റെ ആൻസറും 36, അതിന്റെ ആൻസറും 36. ഇതിനെ ചെയ്ത് വന്നാലും 36 കിട്ടും, ഇത് ചെയ്ത് വന്നാലും 36. ഇതും 36 ആണ്, ഇതും 36. അങ്ങനെ ഇത് രണ്ടും ഈക്വൽ അല്ലേ? Therefore എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ തന്നെയാണ് എ സി സ്ക്വയർ. This satisfies our Pythagoras theorem. A square plus b square equal to c square അല്ലെ? ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂട്ടി ഹൈപ്പോട്ടനസ് സ്ക്വയർ കിട്ടും എന്ന പൈതഗോറസ് തിയറം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ആണ്, വെർട്ടിസസ് ആണ്. ആദ്യം പറഞ്ഞു ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഐസോസിലസും ആണ്. ഐസോസിലസും ആണ് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതിന്റെ വെർട്ടിസസ് ആണ്. ഓക്കെ. അടുത്ത
ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ 1 2 3, ബി -1 -2 -1, സി 2 3 2, ഡി 4 7 6 are the vertices of a parallelogram, but it is not rectangle. ഇതൊരു പാരലോഗ്രാമിന്റെ ശീർഷങ്ങളാണ്, സാമാന്യത്തിന്റെ ശീർഷങ്ങളാണ് പ്രൂവ് ചെയ്യാം. പക്ഷെ അതെന്തെല്ലാം തെളിയിക്കണം? റെക്ടാങ്കിൾ അല്ല, ചതുരമല്ല. ചതുരം പാരലോഗ്രാമിന്റെ സ്പെഷ്യൽ കേസാണ്. എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ആണ്, റെക്ടാങ്കിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്തത്. പാരലോഗ്രാം ആണ് റെക്ടാങ്കിൾ ആണെങ്കിലും പ്രത്യേകത എന്താ? പാരലോഗ്രാം ആണെങ്കിൽ ഇത് ഇതിന് ഈക്വൽ ആണ്, ഇത് ഇതിന് ഈക്വൽ ആണ്. അത് റെക്ടാങ്കിളും ഉണ്ട്, ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ. ഇവിടെ 90 ഈച്ച് ആകുമ്പോൾ അത് എന്താകും? റെക്ടാങ്കിൾ ആവും. 90 ഈച്ച് അല്ല, ഇത് ഓപ്പോസിറ്റ് ഈക്വൽ ഉള്ളൂ, അത് പാരലോഗ്രാം. അപ്പൊ ഡിഗ്രി ഇവിടെ തെളിയിക്കാം, ഇവിടെ ലെങ്തുകൾ സൈഡുകൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോ പാരലോഗ്രാമും റെക്ടാങ്കിളും തമ്മിൽ മാറ്റം ഈ ഡയഗണൽ തമ്മിൽ ഡിഫറൻസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും പാരലോഗ്രാം ആണെങ്കിൽ, സോറി റെക്ടാങ്കിൾ ആണെങ്കിൽ. പാരലോഗ്രാം ആണെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും വലുതുകൾ, ഇത് രണ്ടും ചെറുതുകൾ. അത് പാരലോഗ്രാമിന് അതന്നെ, ഇത് രണ്ടും വലുത്, ഇത് ചെറുത്. ഇനി റോമൻസ് ആകുമ്പോഴാണ് എല്ലാം ഈക്വൽ ആയത്. റെക്ടാങ്കിൾ അല്ല, പാരലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിൽ കാണുക രണ്ടും ഒരേ നമ്പർ കിട്ടിയാൽ അത് റെക്ടാങ്കിൾ ആവും. രണ്ടും ഡിഫറെന്റ് ആണെങ്കിലോ അത് റെക്ടാങ്കിൾ ആവൂല, അത് പാരലോഗ്രാമിൽ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എ ബിയും ബി സിയും സി ഡിയും എ ഡി അല്ലെ, എ ബി ബി സി സി ഡി എ ഡി 4 ലെങ്തുകൾ കാണും. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ഉം -1 ഉം കുറക്കാം. 1 മൈനസ് -1 അല്ലെ, 1 മൈനസ് -1 ഹോൾ സ്ക്വയർ. പിന്നെ 2 -2, 2 -2 കുറക്ക ഹോൾ സ്ക്വയർ. അടുത്ത 3 -1, 3 -1 കുറക്ക ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇത് 1 + 1 2 സ്ക്വയർ ആവും. ഇത് 2 + 2 4 സ്ക്വയർ ആണ്. ഇത് 3 + 1 4 സ്ക്വയർ ആണ്. 16 16 വരും, 32 4 36. 36ന്റെ റൂട്ട് അത് കറക്റ്റ് 6. അപ്പൊ എയും ബി തമ്മിൽ ഡിസ്റ്റൻസ്, ഏത് ബിക്ക് 6 ഡിസ്റ്റൻസ് ഉണ്ട് എ ബി. ഇനി ബി സി കാണും. അപ്പൊ ബിയും സിയും റൂട്ട് ഓഫ് 2 -1, -1 ഉം 2 ഉം കുറക്കുക ഹോൾ സ്ക്വയർ. -2 ഉം 3 ഉം കുറക്കുക, -2 ഉം 3 ഉം കുറക്കുക ഹോൾ സ്ക്വയർ. -1 ഉം 2 ഉം 2 ഉം കുറക്കുക ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ്. ഇത് -3ന്റെ സ്ക്വയർ, അത് 9. ഇത് -5ന്റെ സ്ക്വയർ, അത് 25. ഇത് -3ന്റെ സ്ക്വയർ, 9. 25 34 43 അല്ലെ, 25 34 43. ഇതാണ് ബി സി. എ ബി ആയി ബി സി. ഇനി സി ഡി ഉണ്ട്, എന്നിട്ട് എ ഡി ഉണ്ട് അല്ലെ. അപ്പോഴല്ലേ 4 സൈഡ് ആവുള്ളൂ സി ഡി വരെ. അപ്പൊ സിയും ഡിയും ഇവർ തമ്മിൽ 4 2 കുറക്കുക, അല്ലെങ്കിൽ 2 4 കുറക്കുക. എങ്ങനെ കുറക്കാം? ഹോൾ സ്ക്വയർ. 3 7 കുറക്കുക, അല്ലെങ്കിൽ 7 3 കുറക്കാം ഹോൾ സ്ക്വയർ. 2 6 കുറക്കുക, അല്ലെങ്കിൽ 6 2 കുറക്കുക ഹോൾ സ്ക്വയർ. ഇത് -2ന്റെ സ്ക്വയർ, അതാണ് +2ന്റെ സ്ക്വയർ 4 എഴുതാം. ഇത് 7 3 4ന്റെ സ്ക്വയർ അല്ലെ, 16 വരും. 6 2 4, അതിന്റെ സ്ക്വയർ 16. 16 32 32 4 36. റൂട്ട് കറക്റ്റ് 6. അപ്പൊ ഇതും ഇതും തുല്യമായിട്ടാ. ഇനി എ ഡി ആണ് റൂട്ട് ഓഫ് എയും ഡിയും. 4 1 കുറക്കുക ഹോൾ സ്ക്വയർ. 2 7 കുറക്കുക, 7 2 കുറക്കുക ഹോൾ സ്ക്വയർ. 3 6 കുറക്കുക, 3 6 കുറക്കുക ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ്. ഇത് 3ന്റെ സ്ക്വയർ 9. ഇത് 5ന്റെ സ്ക്വയർ 25. ഇത് 3ന്റെ സ്ക്വയർ 9. 25 9 9 തന്നെയാണ് റൂട്ട് 43. അപ്പോ ഇത് രണ്ടും ഒരേ അളവാണ്, ഇത് രണ്ടും വേറെ ഒരേ അളവാണ് അല്ലെ. ഓക്കെ. അപ്പൊ എ ബിയും സി ഡിയും ഒക്കെ 6 ആണ് കിട്ടി. ബി സിയും എ ഡിയോ അത് രണ്ടും തുല്യമാണ്. റെക്ടാങ്കിളിനും പറ്റും, പാരലോഗ്രാമിനും പറ്റും. എ ബി സി കൊടുത്തോക്കാം. എ ബി സി ഇതും ഇതും ഈക്വൽ ആണ്, എ ബിയും സി ഡിയും. അപ്പൊ ഓടി പറ്റും. ബി സി തന്നെയാണ് എ ഡി, ഇത് തന്നെയാണ്. ഇത് ചിലപ്പോ ഇതാകാം അതാകാം. പാരലോഗ്രാം റെക്ടാങ്കിൾ തമ്മിൽ മാറ്റം ഇനി ഡയഗണലിൽ തിരിച്ചറിയും. ഇത് പാരലോഗ്രാം ആണ്, റെക്ടാങ്കിൾ ആകൂല. റെക്ടാങ്കിൾ ആവണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. എ സി എന്ന ഡയഗണലും ബി ഡി എന്ന ഡയഗണലും ഒരേ നമ്പർ ആണെങ്കിൽ അതെന്താവും? പാരലോഗ്രാമിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് ഈ ഷേപ്പ് വരും, റെക്ടാങ്കിളോ.
നേരെ മറിച്ച് എ സിയും ബി ഡിയും ഡിഫറെന്റ് ആൻസർ ആണെങ്കിലോ അപ്പൊ റെക്ടാങ്കിൾ ആവില്ല. അതെന്ത് മാത്രമേ ഉള്ളൂ? പാരലോഗ്രാം. അപ്പൊ നമ്മൾ ഡയഗണൽ കാണാം കേട്ടോ. എ സി എന്ന ഡയഗണലിന്റെ നീളം കാണും. എ സി, എയും സിയും ആണ്, ഇതും ഇതുമാണ് കേട്ടോ. 2ഉം 1ഉം കുറക്ക ഹോൾ സ്ക്വയർ, 2ഉം 3ഉം കുറക്ക ഹോൾ സ്ക്വയർ, 3ഉം 2ഉം കുറക്ക ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് 1 സ്ക്വയർ അല്ലേ. ഇതോ 1 സ്ക്വയർ, ഇതും 1 സ്ക്വയർ, 1 സ്ക്വയറും 1 സ്ക്വയറും 1 സ്ക്വയർ, 1ഉം 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 റൂട്ട് 3 കിട്ടും. ഇനി ബി ഡി എന്ന ഡയഗണൽ, ബി ഡി റൂട്ട് ഓഫ് 4ഉം -1ഉം കുറക്കാം, 4ഉം -1ഉം കുറക്ക ഹോൾ സ്ക്വയർ, 7ഉം -2, 7ഉം -2ഉം കുറക്ക ഹോൾ സ്ക്വയർ, 6ഉം -1ഉം 6ഉം -1ഉം കുറക്ക ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് ഇത് 4 + 1 ആവും, 5 ആവും സ്ക്വയർ, 7 + 2 9 ആവും അതിന്റെ സ്ക്വയർ, 6 + 1 7 ആവും അതിന്റെ സ്ക്വയർ. ഇതാ 5ന്റെ സ്ക്വയർ 25, 9ന്റെ 81, 7ന് 49. റൂട്ട് ഓഫ് ഇത് 58, 130, 155. എന്തായാലും ഇതല്ല ഇത്. എ സിയും ബി ഡിയും എന്തല്ല ഈക്വൽ അല്ല. പാരലോഗ്രാമാണ്, റെക്ടാങ്കിൾ ആണെങ്കിൽ ഇതൊക്കെ ഓക്കെ, പക്ഷെ ഡയഗണൽ ഈക്വൽ അല്ല. അതുകൊണ്ട് അത് റെക്ടാങ്കിൾ അല്ല. അപ്പൊ എന്താ മാത്രമാണ്? പാരലോഗ്രാം മാത്രമാണ്. Okay, അടുത്ത question. Find the equation of the set of points which are equidistant from the points 1, 2, 3 and 3, 2, -1. ഇക്വേഷൻ ആണ് കാണുന്നത്. ഇതിപ്പോ സ്പേസിൽ 2 പോയിന്റ് ആണ് അല്ലെ. ഇതാ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെയും ഒരു പോയിന്റ്. ഇതിന് എ എന്ന് കൊടുക്കാം. ഇതാണ് 1, 2, 3. ഇത് ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഈ പോയിന്റും ഈ പോയിന്റും 2 പോയിന്റിലേക്കും ഒരേ ഡിസ്റ്റൻസ് ഉള്ള ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ദൂരം കുറവാണ്, അങ്ങോട്ട് ദൂരം കൂടുതലാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ദൂരം കുറവാണ്, പക്ഷെ ഇങ്ങോട്ട് കൂടുതലാണ്. എന്നാൽ ഇവിടെ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരമുള്ള, അതുപോലെ ഇവിടെ ഉണ്ടാവുമല്ലോ ഒരേ ഡിസ്റ്റൻസ് ഉള്ള. ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കുക. ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്നാണ് കരുതിക്കോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ്. അത് മിഡ് പോയിന്റ് മാത്രമല്ല ഒരേ ഡിസ്റ്റൻസ്. കുറച്ച് മുകളിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് മുകളിലേക്ക് ഇവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരേ ഡിസ്റ്റൻസിൽ. ഇവിടെ ഉണ്ടാവില്ല, കാരണം അങ്ങനെ ഡിസ്റ്റൻസ് കുറെ ഇങ്ങോട്ട് കൂടും. അപ്പൊ ഒരേ ഡിസ്റ്റൻസിൽ ഇവിടുന്ന് ഒരേ ഡിസ്റ്റൻസ് ഉള്ള ഒരുപാട് പോയിന്റുകളുടെ സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലേ, അതിന്റെ ഇക്വേഷൻ ആണ് കാണുന്നത്. അപ്പൊ അതാ എയും ബിയും കൊടുക്കുക. ഇവിടെ അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അങ്ങനെ പോവുക. ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അത് ഫുള്ള് ഈ പോയിന്റിലേക്കും ആ പോയിന്റിലേക്കും കൂടുന്ന വരച്ചൊക്കെ ഒരേ ഡിസ്റ്റൻസ്. അപ്പൊ അതിന്റെ ഇക്വേഷനാണ്. അതിന്റെ പോയിന്റ് എടുക്കുക, പി എക്സ് വൈ സെഡ് ആണ് അതിന്റെ പോയിന്റ്. എന്നെങ്ങനെ പ്രത്യേകത? ഇക്യൂ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ, ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കഴിവുള്ള പോയിന്റ് ആണ് എക്സ് വൈ സെഡ്. അത് ഇവിടെ ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ നമ്മൾ പി എക്സ് വൈ സെഡ് എടുക്കും. പി എക്സ് വൈ സെഡ് പി എ പോയിന്റ് ഇക്യൂ ഡിസ്റ്റൻസ് ഫ്രം ദീസ് ടു ഗിവൺ പോയിന്റ്. അങ്ങനെ എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എവിടെയാകണം? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ഈക്വലാണ്. ഇത് തന്നെയല്ലേ പി എ തന്നെയല്ലേ പി ബി അല്ലെ. പി എയും പി ബിയും ഈക്വൽ ആണ്. എങ്ങനെ പി എ കാണാം? റൂട്ട് ഓഫ് ഇതും കുറക്ക ഹോൾ സ്ക്വയർ. അങ്ങനല്ലേ പി എ കാണാം. എങ്ങനെ പി ബി കാണാം? റൂട്ട് ഓഫ് ഇതും കുറക്ക ഹോൾ സ്ക്വയർ അല്ലെ. പി എയും പി ബിയും ഈക്വൽ ആണെങ്കിൽ പി എന്റെ സ്ക്വയർ തന്നെയല്ലേ പി ബിന്റെ സ്ക്വയർ. പി എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആണ്. അപ്പൊ പി എ സ്ക്വയറോ? ആ റൂട്ട് ഓഫ് ആ സാധനത്തിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്തോ ആ റൂട്ടും സ്ക്വയറും പോകൂലേ. അപ്പൊ പി എ സ്ക്വയറും പി ബി സ്ക്വയറും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ പി എങ്ങനെയാണ്? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തോ z-3 ഹോൾ സ്ക്വയർ. റൂട്ട് എടുത്താൽ പി ആയി, പിന്നെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ. ഇനി പി ബി സ്ക്വയറോ? x-3 ഹോൾ സ്ക്വയർ പ്ലസ് y-2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തോ z-1 അല്ല z-1 z-1 ഹോൾ സ്ക്വയർ.
ഈ y മൈനസ് 2 ഹോൾ സ്ക്വയർ തന്നെയല്ലേ ഇവിടെയും y മൈനസ് 2 രണ്ട് വിട്ടു. ഇത് x മൈനസ് 1 ഹോൾ സ്ക്വയർ അവിടെ അങ്ങനെയല്ല x മൈനസ് 3. ഇത് z മൈനസ് 3 ആണ് ഇതോ z പ്ലസ് 1. അപ്പൊ ബാക്കി ഇതെന്താ ബാക്കി ഇവിടെ x മൈനസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട് z മൈനസ് 3 ഹോൾ സ്ക്വയർ ഉണ്ട്. അവിടെയോ അവിടെ x മൈനസ് 3 ഹോൾ സ്ക്വയർ ഉണ്ട് z പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ ഇനി എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് b ഹോൾ സ്ക്വയറിൽ x മൈനസ് 1 ഹോൾ സ്ക്വയർ എഴുതാം. x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ 1 അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ z മൈനസ് 3 z ന്റെ സ്ക്വയർ ആദ്യം ചെയ്താൽ പിന്നെ മൈനസ് 2 ഇൻറ്റു ദിസ് 1 ഇൻറ്റു അപ്പൊ മൈനസ് 6z വരും അല്ലേ. 6z പ്ലസ് 3 സ്ക്വയർ 9 വരും ഈക്വൽ. അതേമാതിരി ഇവിടെ x മൈനസ് 2 സ്ക്വയർ എന്താ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആണ്. z പ്ലസ് 1 z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1. ഈ x സ്ക്വയറും ആ x സ്ക്വയറും വിട്ടു. z സ്ക്വയറും വെട്ടാം. ഇവിടെ പ്ലസ് 9 ഉണ്ട്, ആ പ്ലസ് 9 വെട്ടാം. അവിടെ പ്ലസ് 1 ഉണ്ട്, ഈ പ്ലസ് 1 വെട്ടാം. വെട്ടി ബാക്കി എന്താ മൈനസ് 2x മൈനസ് 6z വെട്ടാം. അവിടെ മൈനസ് 6x പ്ലസ് 2z. സെഡുകൾ വെട്ടാൻ പറ്റില്ല കേട്ടോ. 6x മൈനസ് ഒക്കെ വെട്ടിയിരുന്നു. ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടായാലും ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് 2x മൈനസ് 6z എന്നിട്ട് വരുമ്പോ മൈനസ് 6x പ്ലസ് 6x പ്ലസ് 2z ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 2z എല്ലാം ഇങ്ങോട്ട് വന്ന അവിടെ 0 മൈനസ് 2x പ്ലസ് 6x 6x 2x പോയി ബാക്കി 4x മൈനസ് 6z മൈനസ് 2z അപ്പൊ മൈനസ് 6 മൈനസ് 2 മൈനസ് 8z ഈക്വൽ ടു 0. ഇവിടുന്ന് 4 പുറത്തേക്ക് എടുക്കാം. 4 കോമൺ. ഇവിടുന്ന് 4 പുറത്തേക്ക് എടുത്തത് 4 ഇൻറ്റു എക്സ് അല്ലേ. ഇത് 4 ഇൻറ്റു 2 ഒരു z ഇല്ലേ. അപ്പൊ 4 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്താ ഇവിടെ എക്സ്. ഇവിടെ 4 പോകുന്നതിന്റെ 2 ഇല്ലേ. 4 ഇൻറ്റു ആ 4 പോലെ ബാക്കി 2z ഇടണം. 2z ഈക്വൽ ടു 0. ഇനി 4 അങ്ങോട്ട് ഉണ്ടാവും എന്താവും ഇവിടെ x മൈനസ് 2z ഉണ്ടാവും. x മൈനസ് 2z ഈക്വൽ ടു 0/4 വരും. 0/4 എന്താ 0. ദാറ്റ് ഈസ് x മൈനസ് 2z ഈക്വൽ ടു 0. ഇതാണ് സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ പോയിന്റ് തിരിച്ചു. ഓക്കെ.